നമസ്കാരം. ചൊറിയാതെ വയ്യ, ചൊറിഞ്ഞോണ്ടേ അങ്ങോട്ട് മുന്നോട്ട് പോകാം. നമ്മൾക്ക് ചൊറിയാതെ ഒരുപാട് ദിവസമായി നമ്മൾ ചൊറിച്ചിൽ വന്നിട്ടും ചൊറിയാതിരിക്കുകയായിരുന്നു. ജാമിദ ടീച്ചർ ആയാലും സിജോയ് ആയാലും ഞാനായാലും ഒരുപാട് ചൊറി വരുന്നുണ്ട്. നമ്മൾ ഇതിൽ കാണിക്കേണ്ടത് മറ്റേ SI ബിജുവിന് മുണ്ടഴിച്ച് കാണിച്ചു കൊടുക്കുന്ന നമ്മുടെ ഒരു സിനിമാ കഥാപാത്രം, അദ്ദേഹം മുണ്ട് തുറന്ന് കാണിച്ചു കൊടുക്കുന്ന പോലെ തന്നെ ചൊറി മാറ്റാൻ വേണ്ടി നമ്മൾ ഇന്നു മുതൽ തുടങ്ങുകയാണ് ചൊറിയാതെ വയ്യ. ശ്രീമതി ജാമിദ ടീച്ചർ, അതുപോലെ സിജോ കെ രാജൻ എന്നീ നമ്മളെ 3 അതിഥികൾ, പിന്നെ വിപിൻലാൽ അടുത്ത ദിവസം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു സെഷനിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ടീച്ചറെ, ആദ്യം തന്നെ ടീച്ചർ അങ്ങോട്ട് ചൊറിഞ്ഞോളൂ. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചൊറിയാൻ തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് ചൊറിയാൻ അറിയാത്തത് കൊണ്ടല്ല, പലപ്പോഴും ഒതുങ്ങി പോകുമ്പോൾ ഈ വിഷയം മുതൽ ചൊറിഞ്ഞു തുടങ്ങാമെന്ന് അങ്ങ് തീരുമാനിച്ചു. ഒന്നാമതായി പാലാ ബിഷപ്പിന്റെ വിഷയം വന്നപ്പോ ആരെങ്കിലും മതസ്പർദ്ധ വളർത്തുന്ന രൂപത്തിൽ, മതസ്പർദ്ധ പ്രചരിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കുകയോ വീഡിയോ ചെയ്യുകയോ ചെയ്താൽ അവർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ വരും, ജാഗ്രത എന്ന് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്നൊരു നിർദ്ദേശം വന്നു. ശരിക്കു പറഞ്ഞാൽ അന്ന് മാന്തി പൊളിക്കേണ്ടതായിരുന്നു. നമ്മൾ വിചാരിച്ചു ശരി പോട്ടെ നോക്കാം. വീണ്ടും ഇത് ഒരു ആവർത്തനം പോലെ വരുമ്പോൾ നമുക്ക് ചൊറിഞ്ഞേ പറ്റൂ. നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്നത് പോലെ വിഷയം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പൂഞ്ഞാറ് സെന്റ് മേരീസ് ഫെറോന പള്ളിയിലെ സഹവികാരിയായ ഫാദർ ജോസഫ് ആറ്റിച്ചാലിനെ വാഹനമിടിപ്പിച്ച കേസിലാണ് 27 പേർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. 27 പേർക്കും പേരില്ല, 27 പേർക്കും അതുപോലെ ചിത്രങ്ങളില്ല. ഇനിയും ഈ 27 പേര്, ഇവരിൽ ഏതെങ്കിലും കാവി ഉടുത്ത ഒരുത്തനോ കുറി തൊട്ട ഒരുത്തനോ ഒരു അച്ചായന്റെ വീട്ടിൽ നിന്നുള്ള ഒരു കുട്ടിയോ ഉണ്ടായിരുന്നെങ്കിൽ അവര് ഏതൊക്കെ അമ്മമാരുടെ മുലപ്പാല് കുടിച്ചിട്ടുണ്ട് എന്നതുവരെ ഇപ്പോൾ രംഗത്ത് വരുമായിരുന്നു. അവൻ വള്ളി നിക്കറിട്ട പ്രായത്തിൽ അവന്റെ കൂടെ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിയുടെ കല്ല് പെൻസിൽ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കള്ളനാണ് എന്ന് മുദ്ര കുത്തുന്ന രൂപത്തിലുള്ള വാർത്തകൾ നമുക്ക് കേൾക്കാമായിരുന്നു. ഈ 27 പേരുടെയും പേരുകൾ, അവരുടെ ചിത്രങ്ങൾ, അവരെ സംബന്ധിക്കുന്ന രേഖകൾ, നാട്ടുകാര് പിടിച്ചുകൊടുത്ത വാഹനങ്ങളുടെ അഡ്രസ്സുകൾ, ഫോട്ടോകൾ എന്തുകൊണ്ട് FIR-ൽ കാണുന്നില്ല? അതുകൊണ്ടാണ് നമുക്കിത് സമൂഹ മധ്യത്തിൽ കൊണ്ടുവരേണ്ടി വരുന്നത്. ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നില്ല. കാരണം എതിർഭാഗത്ത് നിൽക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിലെ വേട്ടക്കാരാണ്. ഇനി കേസ് കൊടുക്കണോ, കേസ് എടുക്കണോ എന്നാ താനങ്ങ് കേസ് കൊടു നമ്മൾ പറയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മള് കേസിനെ പേടിച്ചിരുന്നാൽ നമ്മുടെ നാട് നമ്മൾ പോലും അറിയാതെ ഏതാണ്ട് മാപ്പിളസ്ഥാൻ ആയി കഴിഞ്ഞു. ബാക്കി കൂടി പിടിച്ചെടുത്ത് ഇന്ന് ഹമാസ് ഭീകരര് കാരണം ബുദ്ധിമുട്ടുന്നതാരാ? ഗാസയിലെ സാധാരണ ജനങ്ങളാ. പക്ഷേ അവരത്രമാത്രം നിഷ്കുകളാണോ? അല്ല. ഇവരുടെ ഭീകരതയ്ക്ക് കുടപിടിച്ചതിന്റെ ഫലമല്ലേ അവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഗാസക്കാരെങ്ങോട്ട് പോകും? റാഫ അതിർത്തി ഈജിപ്റ്റ് അടച്ചു. ഒരുപാട് ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് ഇവർക്ക് അഭയം നൽകുന്നില്ല. നമ്മുടെ നാട് മാപ്പിളസ്ഥാനായാൽ നമ്മൾ എവിടെ പോകും? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പോയി മുങ്ങിക്കുളിക്കുവോ? അതോ മുങ്ങിച്ചാകുവോ? നമ്മൾ എവിടെ പോകും? പാകിസ്ഥാനിലേക്ക് പോകും. അതുകൊണ്ട് ഈ 27 പേരെ സംരക്ഷിക്കുന്നതിലൂടെ കേരള പോലീസ് ലക്ഷ്യമിടുന്നത് എന്താണ്? ഇതാണ് നമുക്കറിയേണ്ടത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ മതവിദ്വേഷം പ്രചരിപ്പിച്ചു എന്നതിന്റെ പേരിൽ 2 പേർക്കെതിരെ ഇതിനോടകം കോട്ടയം സൈബർ പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി അത് 5 ആകും. കാരണം നമ്മൾ 3 പേരും ഉണ്ടല്ലോ. ഈ പള്ളിക്കകത്ത് കയറി അക്രമം കാണിക്കുകയും ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത ഈ അക്രമികൾക്കെതിരെ പ്രതിഷേധമുയർത്തിയാൽ, വിമർശിച്ചാൽ ഇവിടെ കേസ് വരുമെങ്കിൽ നമ്മളെ പോലെയുള്ള അനേകായിരങ്ങളെ കൊണ്ട് കേരളത്തിലെ ജയിലുകൾ അങ്ങ് നിറഞ്ഞു പോകുമല്ലോ. എന്നാൽ ശരിക്കു പറഞ്ഞാൽ ഈ പ്രതികളുടെ പേര് വിവരം പുറത്തുവിട്ടാൽ BJPക്ക് സഹായമാകും എന്ന രൂപത്തിൽ ഒരു ഉന്നത മുസ്ലിം ലീഗിന്റെ നേതാവിന്റെ പോസ്റ്റ് കണ്ടു. ഇവരെ സംരക്ഷിച്ചാൽ ആർക്കാണ് ഗുണമാകുന്നത്? ഇനിയും കാവിക്കുഞ്ഞുങ്ങളായിരുന്നെങ്കിൽ അവരുടെ പേര് വിവരം പുറത്തുവിട്ടാൽ സുഡാപ്പികൾക്ക്, മുസ്ലിം ലീഗ് തീവ്രവാദികൾക്ക്, അതല്ലെങ്കിൽ സുഡാപ്പി തീവ്രവാദികൾക്ക്, പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് ഗുണമാകുമായിരുന്നു എന്ന് ചിന്തിക്കുമായിരുന്നോ? അവരെ സംരക്ഷിക്കുമായിരുന്നോ? ആദ്യം തന്നെ എനിക്ക് രസകരമായി തോന്നിയത്, കണ്ടാലറിയുന്ന 5 പേർക്കെതിരെ ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തു. കണ്ടാലറിയുന്ന 5 പേർക്ക് കൂട്ടമായി പള്ളി മണി മുഴക്കുകയും
ഒരു നാട് മുഴുവനും ആ പള്ളി അങ്കണത്തിൽ വന്ന് കൂടുകയും ചെയ്തിട്ട് ആളുകൾ മുഴുവനും ആ വാഹനങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും എടുക്കുവാണ്. എന്തേ അവരെ പിടിക്കാൻ ഇത്ര ഭയം? വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും കണ്ണു തുറക്കാത്ത ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും കണ്ണു തുറന്നേ മതിയാകൂ. മലയാളിക്കര നിങ്ങളോടൊപ്പം നിൽക്കും. വാഹനം ഇടിപ്പിച്ച കേസിൽ അറസ്റ്റിലായ 27 പേരിൽ 10 പേര് പ്രായപൂർത്തിയാകാത്തവരാണ് എന്ന് പറയുമ്പോൾ എവിടെ തുടങ്ങുന്നു ഇവരുടെ ഭീകരത? മദ്രസ പ്രോഡക്റ്റുകളാണ്. മദ്രസയിൽ നിന്ന് എന്താ പഠിപ്പിച്ചു വിടുന്നേ? മദ്രസയിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടിക്കാലന്മാര് വിളിക്കുക RSS പട്ടികളെ എന്തുകൊണ്ടെന്ന് പഠിപ്പിച്ചു വിടുന്നത്. അവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചു കുട്ടി. അതാണ് 9 വയസ്സുള്ള ഒരു കുട്ടിക്കാലൻ ആലപ്പുഴയിൽ വിളിക്കുന്ന മുദ്രാവാക്യമാണ് അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ. ഇവൻ അരിയെ കുറിച്ചും മലരിനെ കുറിച്ചും കുന്തിരിക്കത്തെ കുറിച്ചും ഈ 9 വയസ്സിനകത്ത് ആര് പഠിപ്പിച്ചു? എന്നിട്ട് വാപ്പ വന്ന് ഒരു മലര് അറിയില്ല. ഇന്ന് മലര് എന്ന് പറയുന്നത് സുധാകരന്റെ ലാംഗ്വേജ് ആണ്. മലര് കിട്ടാ വല്ലാണ്ട് പറയുന്നത് വേണ്ട മലരിനെ കുറിച്ച്. ആ മലരൻ എവിടെ പോയല്ലേ? പോട്ടെ, ആ മലരല്ല നമ്മുടെ മലരൻ. അപ്പോ ഇവിടെ ഈ കുട്ടിയെ ഇത്ര ചെറിയ പ്രായത്തിലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഉദകക്രിയയ്ക്ക് അവരുടെ വായ്ക്കരിയിടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നികുതിപ്പണം കൊണ്ട് ഇവിടെ തീവ്രവാദികളെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട്. വേറെ ഏതെങ്കിലും ഒരു മതത്തെ കുറിച്ച് പഠിപ്പിക്കാൻ നമ്മുടെ നികുതിപ്പണം ചെലവാക്കുന്നുണ്ടോ? എന്നിട്ട് തന്ത വന്നിരുന്ന മാധ്യമങ്ങളോട് പറയാ കുട്ടി സ്വന്തം പഠിച്ചതാ. അപ്പോ 9 വയസ്സിൽ അവൻ ഇത്രയും പ്രാസമൊപ്പിച്ചൊരു മുദ്രാവാക്യം പറയാൻ പഠിച്ചെങ്കിൽ, തെറ്റില്ലാതെ വിളിച്ചു പറയാൻ പഠിച്ചെങ്കിൽ, അത് കേട്ട് അനേകായിരം മുതുകാലന്മാർ ഏറ്റുവിളിച്ചെങ്കിൽ, ഇവനൊരു 10-20 വയസ്സാകുമ്പോൾ ഇവൻ കുറെ കത്തിയും രാഗിക്കൊണ്ട് ഇറങ്ങത്തില്ലേ? പറയാൻ പറ്റുമോ? നമുക്ക് ഇറങ്ങത്തില്ല. കാരണം ഇതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോ ഈ 10 പേര് പ്രായപൂർത്തിയാകാത്തവരാണ്. എന്താണ് മദ്രസ പ്രോഡക്റ്റ് എന്ന് പറയാൻ ഇത്ര ഭയം? മുസ്ലിം തീവ്രവാദി കുഞ്ഞുങ്ങളാണ് എന്ന് പറയാൻ എന്താണ് ഇത്ര ഭയം? ആർക്കാണ് ഇത്ര ഭയം? കേരള പോലീസ് ഇത്തരം ആളുകളുടെ പേര് പറയാൻ ഭയക്കുന്നോ, മടിക്കുന്നോ? വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വൈദികനെ അവരുടെ അങ്കണത്തിൽ കയറി ആക്രമിക്കുന്നു. ഇത് തിരിച്ചായിരുന്നെങ്കിൽ റമദാൻ മാസമാണ് വരാൻ പോകുന്നത്. ഒരു തറാവി നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. ആ മുറ്റത്താണ് ഏതെങ്കിലും രാഖി കെട്ടിയ ആൾ, അല്ലെങ്കിൽ കുറിയിട്ട ആള്, അതല്ലെങ്കിൽ ലോഹയിട്ട ഒരുത്തിനൊന്ന് വണ്ടി കയറ്റി തിരിച്ചാൽ മതിയല്ലോ. നമസ്കാരം നിർത്തിവെച്ചിട്ട് അവര് ആ 21-ൽ ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല, ഇറങ്ങുമായിരുന്നല്ലോ. എത്ര പൊട്ടിത്തെറികൾ നടക്കുമായിരുന്നു, എത്ര ക്ഷേത്രങ്ങൾ തകർക്കുമായിരുന്നു, എത്ര അമ്പലങ്ങൾ തകർക്കുമായിരുന്നു, എത്ര പള്ളികൾ തകർക്കുമായിരുന്നു. കേരളം നിന്ന് കത്തുന്നത് നമുക്ക് കാണാമായിരുന്നു. ഈ അറസ്റ്റിലായ ആളുകളുടെ പേര് വിവരങ്ങൾ എന്തുകൊണ്ട് പോലീസ് പുറത്തുവിടുന്നില്ല? എന്തുകൊണ്ട് FIR-ൽ പേരുകളില്ല? കോടതിയിൽ എത്തുമ്പോൾ നിഷ്പ്രയാസം 27 പേര് ഊരിപ്പോകില്ലേ? ഈ 27 പേർക്കും ഇതുവരേക്കും പേരിടാത്ത അവരുടെ മാതാപിതാക്കളോട് നമ്മൾ നന്ദി പറയണം കേട്ടോ. എന്തായിരിക്കും വിളിച്ചിരിക്കാന്ന് അറിയില്ല അവരെ ഇതുവരെ. അപ്പോ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിച്ചു പോയി എന്നതിന്റെ പേരിൽ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കോട്ടയം സൈബർ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും കേസുകൾ രജിസ്റ്റർ ചെയ്ത് തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പോലീസിന്റെ നിരീക്ഷണത്തിലാണ് പോലും. എന്തേ കേരളം മാപ്പിളസ്ഥാനായി മാറിപ്പോയോ? നമുക്ക് പ്രതികരിക്കണ്ടേ? ഇങ്ങനെ തുടക്കത്തിൽ തന്നെ നമ്മുടെ വായകൾ മൂടിക്കെട്ടിയാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ മാധ്യമ സ്വാതന്ത്ര്യമില്ലേ? നമുക്ക് പ്രതികരിക്കണ്ടേ ഇത്തരം വിഷയങ്ങളിൽ? നമുക്ക് നമ്മളുടെ ആശയങ്ങൾ പറയാൻ കഴിയണം. ഇത് ജനാധിപത്യമാണ്. ജനാധിപത്യ രാജ്യത്തിൽ പ്രധാനമന്ത്രിയോ സുപ്രീം കോടതി ജഡ്ജിയോ പോലും വിമർശനങ്ങൾക്ക് അതീതരല്ല. നമ്മുടെ ഭരണഘടനയെ പോലും കുന്തവും കൊടച്ചാക്രവും എന്നൊക്കെ പറഞ്ഞിട്ട് വിമർശിച്ചിട്ടില്ലേ ആളുകൾ? അവരൊക്കെ നിങ്ങൾക്ക് വലിയ കേമന്മാരല്ലേ? അപ്പൊ വിശിഷ്ടപ്പെട്ടത് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഭരണഘടനയെ പോലും തുല്യവില പോലും നൽകാത്ത ആളുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ആരെ വിമർശിച്ചാൽ ആണ് ഇവിടെ കുഴപ്പം? ഈ 27 തീവ്രവാദികളെ വിമർശിച്ചാലോ? ഇവരുടെ മതം പറഞ്ഞാലോ? അതോ ഇവർ മൈനറാണ് എന്ന് പറഞ്ഞാലോ? അവർക്കെതിരെ നിയമ നടപടി വരുമെങ്കിൽ അങ്ങ് വരട്ടെന്ന്. ഈരാറ്റുപേട്ട സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചു എന്ന പരാതിയിലാണ് പ്രതിഷേധക്കാർക്കെതിരെ ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തിയിരിക്കുന്നത് എന്ന് കേൾക്കുന്നു. പിന്നെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. ഇങ്ങനെ എത്ര ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും. എന്തായിരുന്നാലും നമുക്ക് ചൊറിയാൻ തുടക്കം കുറിക്കാം.
തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണ് ഇങ്ങോട്ട് ചെറിച്ച് പോട്ടെ ടീച്ചറെ. എന്തോ സിജോയ്ക്ക് വല്ലാതെ ചൊറിയുന്നുണ്ട്. സിജോ വല്ലാതെ ചൊറി സഹിക്കാൻ പറ്റാതെ തീവ്രവാദി എന്ന് വിളിച്ചതിന് കേസെടുത്ത നാടാണ് നമ്മുടെ. അതായത് ലോകത്തൊരു സ്ഥലത്തുമില്ല അങ്ങനെയൊക്കെ ഒരു നിയമവും കാര്യങ്ങളും. ഇവിടെ ശരിക്കും ചർച്ച ചെയ്യാനും മറ്റുമാണ് ശരിക്കും ഒരു പ്രിക്കോഷൻ എടുത്തതാവണം. ശരിക്കും ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതെന്ന് സമൂഹത്തിനെ പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചതാണ് ശരിക്കും, അല്ലേ? അങ്ങനെ കാണാനും പറ്റില്ലേ? ഒരു വിഷയമുണ്ടായ ജാതി മതം നോക്കാണ്ട് ആർക്കും പ്രതികരിക്കാനുള്ള ഒരു അവകാശം ഭാരതത്തിലുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം അത് ചില കാലഘട്ടങ്ങളിൽ നിഷേധിക്കപ്പെടണം? ചിന്തിച്ചു നോക്കിയേ. കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇതിനെ കുറിച്ച് മുഖ്യമന്ത്രി ഭരിക്കുന്ന കേരളമായതുകൊണ്ട് മുറിയന്മാർക്ക് പൂർണ്ണമായ സംരക്ഷണം ലഭിക്കും. ഏതു വിഷയങ്ങൾ എടുത്തു നോക്ക്, ഏത് വിഷയം. നിങ്ങൾ ഇന്നലെ ഒരു വാർത്ത കണ്ടിരുന്നോ? ഉത്തരാഖണ്ഡിന് ശേഷം അസം സർക്കാർ 1935 മുസ്ലിം വിവാഹ നിയമവും വിവാഹമോചന നിയമവും ഒക്കെ എടുത്ത് തോട്ടിലെറിഞ്ഞു. നിങ്ങൾ പള്ളി കൊണ്ടുപോകണം അത്തരം നിയമങ്ങൾ. എന്റെ നാട്ടിൽ അത് പറ്റില്ല എന്ന് പറഞ്ഞു. പുല്ലുപോലെ വലിച്ചെറിഞ്ഞു. നമ്മുടെ പിണറായി സർക്കാരിന് പറ്റുമോ? പോട്ടെ, അപരിഷ്കൃത ഗോത്രകാലത്തെ മുത്തലാക്കെങ്കിലും ഒന്ന് എടുത്തു മാറ്റാൻ പറ്റുമോ? പറ്റില്ല. കാരണം വോട്ടങ്ങ് തെറിക്കും, ഇരിക്കുന്ന കസേര ആടും. കുറെ ഉണ്ടാക്കി വെക്കണ്ടേ? തലമുറകളോളം തിന്നാനുള്ളത് കട്ടുമുടിക്കണ്ടേ? അല്ല, എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയിട്ടുള്ളത് ജോസഫ് മാഷിന്റെ കയ്യും കാലും വിപരീത ദിശയിൽ വെട്ടിയ സമയത്ത് അച്ചായന്മാർ അവിടെ അഡ്മിഷൻ കുറയുമെന്ന് കണ്ടപ്പോൾ ആ കോളേജിൽ നിന്ന് പോലും ആ പാവത്തെ പുറത്താക്കിയ ആളുകളായിരുന്നു ഇദ്ദേഹം. മാത്രമല്ല ഈ പറയുന്ന സഭാ നേതൃത്വം പോലും. മാത്രമല്ല അന്ന് അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കാൻ ആരായിരുന്നു ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ചാണകം എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ ചാണക സംഖ്യകൾ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നീട് നമ്മൾ കണ്ടു പൂഞ്ഞാറിൽ PC ജോർജ് എന്ന് പറയുന്ന അച്ചായൻ നട്ടലോടുകൂടി പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു, ഈരാറ്റുപേട്ടയിലെ ഇസ്ലാമിക കൊടും ഭീകര വർഗത്തെ കുറിച്ച് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ ആ പാവം മനുഷ്യൻ 35 വർഷത്തോളം ഏകദേശം 7ഓളം തവണ നിയമസഭാ മണ്ഡലം കണ്ട ആ നിയമസഭാ ഇലക്ഷൻ ജയിച്ച ആ വ്യക്തിയെ നിഷ്കരണം തോൽപ്പിച്ച ഇസ്ലാമിക ജിഹാദികളെ കണ്ടു. കാരണം പൂഞ്ഞാറിനെയും ഈരാറ്റുപേട്ടയും അതാക്കി മാറ്റിയത് PC ജോർജ് ആയിരുന്നു എന്ന് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അദ്ദേഹത്തിന് തുച്ഛമായിട്ടുള്ള വോട്ടുകൾക്ക് ഈ പറയുന്ന ഇവരുടെ ഏകീകൃതമായിട്ടുള്ള വോട്ടിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ തോൽപ്പിച്ച് നമ്മൾ കണ്ടു. മാത്രമല്ല അവിടെ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ എടുക്കുകയാണ്. നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ഒരു വാക്ക് മാത്രമേ നമ്മുടെ പാലാ ബിഷപ്പ് ഉപയോഗിച്ചുള്ളൂ. അന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇവിടെ വേറൊരു വിഷയമുണ്ട്. ഇവിടെ നമ്മുടെ ജോസഫ് മാഷിനെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി നല്ല ഒരു പുരസ്കാര പദം കൊടുത്തു. കേട്ടായിരുന്നോ? വിഡ്ഢി, മണ്ടൻ. കാരണം മുസ്ലിം തീവ്രവാദികളെ അല്ലേ പിണക്കിയിരിക്കുന്നത്. അന്ന് ശരിക്കു പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് ഈ അടി കിട്ടേണ്ടതാണ്. അന്ന് അവര് മനുഷ്യനെ എറിഞ്ഞു കൊടുത്തു. അന്ന് വിലങ്ങ് വെച്ചാണ് ആ പാവത്തിനെ കൊണ്ടുപോയത്. അദ്ദേഹം ചെയ്തതെന്താണ്? അദ്ദേഹം തയ്യാറാക്കിയ ഒരു ചോദ്യ പേപ്പറിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്താ ചങ്ങാതിയുടെ പ്രവാസ ലോകമൊക്കെ അവതരിപ്പിക്കുന്ന ആ ചങ്ങാതിയുടെ ഒരു കഥാഭാഗം എടുത്തു എന്നുള്ളൂ. അതിൽ മുഹമ്മദ് എന്ന് പറയുന്നൊരു പേര് മാത്രം കൊടുത്തേ ഉള്ളൂ. ഈ മുഹമ്മദ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഭൂഗോളം ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ ആരുടെ ഈ മുഹമ്മദ് പറ? കയ്യും കാലും വെട്ടാനിങ്ങിട്ട് ഇറങ്ങി തിരിച്ചിട്ട് വായന. ഇവിടെ ഒരുപാട് ആളുകൾ മുഹമ്മദ് മുഹമ്മദ് എന്ന് ഉച്ചത്തിൽ പറയും. കയ്യും കാലും വെട്ടാൻ അത്രയ്ക്ക് തന്റെ ഇടമുള്ള മുസ്ലിം നാമധാരികൾ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകാൻ ഞങ്ങളൊക്കെ തയ്യാറാ. കയ്യും കാലും ഞങ്ങൾക്ക് വേണ്ടാന്ന്. നമ്മുടെ സദാനന്ദൻ മാഷൊക്കെ നമ്മൾക്ക് എത്രയോ കാലങ്ങൾക്ക് മുൻപേ 2 കാലും നഷ്ടപ്പെട്ടേ നമ്മുടെ ധീര നേതാവായി മുന്നിൽ നിൽക്കുമ്പോ പിന്നെ എന്ത് നമ്മൾക്ക് കയ്യും കാലും. സിജോക്ക് കുറച്ചുകൂടി ചൊറിയണം എന്നുണ്ട് തോന്നുന്നത്. ടീച്ചറെ സിജോ എന്നാണ് ചൊറിഞ്ഞോട്ടെ. അവരും മലരും കുന്തിരിക്കോ ഒക്കെ പറഞ്ഞതിന്റെ പേരിൽ ഒരു കാര്യം ജിഹാദികൾക്ക് മനസ്സിലായി. ഇവിടെ ഒരു ഭരണകൂടം ഉണ്ടെന്നും ഭാരതം എന്ന മഹാരാജ്യത്തിൽ ഈ വക ഒരിടപാടും സ്വപ്നം കാണണ്ടെന്നും മനസ്സിലായി. അത് ശരിയല്ലേ? അത് തന്നെ ഏറ്റവും വലിയ ചൊറിച്ചിലായി പോയി. പേടിച്ചു പോയി. അതായത് സിംഹത്തിന്റെ അടുത്ത് കളിക്കണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഇവരുടെ നേതാവ് റൌഫ്. ഇപ്പൊ എവിടെയെന്നാ എന്താന്ന് പോലും അറിയില്ല. അവിടെ രസകരമായ ഒരു വസ്തുതയുണ്ട് ഈ മുദ്രാവാക്യത്തില്. അറം പറ്റിയ ഒരു മുദ്രാവാക്യം. ആ പയ്യൻ പറയാണ്, മര്യാദയ്ക്ക് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ. പിന്നീട് അവർ നമ്മുടെ നാട് കണ്ടിട്ടില്ല. പിന്നീട് അവരിൽപ്പെട്ട ഒരു മൂത്ത മുതുകാലനുണ്ട്. അദ്ദേഹം പലതവണ ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്, ഞാനൊരു വൃദ്ധനാണ്, എനിക്ക് എങ്ങനെയെങ്കിലും ജാമ്യം തരണം. അപ്പോ സുപ്രീം കോടതി അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞു. എന്നെ പറഞ്ഞിട്ട് സമയമായിട്ടില്ല, മാമാടെ വീട്ടിലോ അളിയന്റെ വീട്ടിലോ ഒക്കെ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചിട്ട് എന്നാ ഞാൻ പോട്ടെ എന്ന് പറയുന്നത് പോലെ പോകാൻ പറ്റില്ലല്ലോ. ഡയപ്പർ പ്രയോഗം ഇനിയും ഏറെയുണ്ട്. നമ്മുടെ നാട് എത്ര മാറിയെന്ന് നോക്കിക്കേ. ശരി, മുദ്രാവാക്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. സിജോ തുടർന്നോ? മര്യാദക്ക് മര്യാദക്ക്. അപ്പൊ അതോടുകൂടി ഒരു ദിവസം സുപ്രഭാതത്തിൽ ഞാൻ വെളുപ്പിന്
ബൈച്ചേട്ടനെ വിളിക്കണേണ് ഈ സംഭവം നടക്കും. വെളുപ്പിന് തന്നെ റെയ്ഡ്, എനിക്ക് കോളോട് കോൾ, അപ്പൊ റെയ്ഡ് നടക്കുകയായിരുന്നു. അങ്ങനെയാണ് അവിടുന്ന് വീഡിയോ കിട്ടുന്നത്. പക്ഷെ അതിൽ ഒരു ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഇതിനെല്ലാത്തിനും ഇതിപ്പോ ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു അന്നത്തെ ദിവസത്തെ ഒരു ഭീകരമായ അന്തരീക്ഷമുണ്ട്, ഒരു ഇടിപ്പുണ്ട് നെഞ്ചത്ത്. അത് ഒരു 50 വർഷത്തോളം നിലനിൽക്കും. കാരണം അതേമാതിരിയുള്ള പ്രവർത്തനങ്ങളാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കേരളത്തിൽ വന്ന്, ശരിയല്ലേ? ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രം മതി. ഇനി തലപൊക്കാൻ തന്നെ സമയമെടുക്കും. ഇത് ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. നരേന്ദ്രമോദി കേന്ദ്രം ഭരിക്കുന്നത് കൊണ്ട് മാത്രമല്ലേ അവരെ കൂട്ടാൻ പറ്റിയത്? അല്ലെങ്കിൽ ആ ഉദ്യമത്തിൽ മുന്നോട്ട് വരും. നമ്മുടെ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താകുമായിരുന്നു അവരെ അന്ന് കൂട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ? അതിനുശേഷം എത്രയെത്ര വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. സംറ കൺവെൻഷൻ സെന്ററിൽ ബോംബ് വെച്ച ഡൊമിനിക് മാർട്ടിൻ അടക്കമുള്ള സംഭവങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം ചിന്തിക്കാതെ പോകുന്നത്? അപ്പോ നരേന്ദ്രമോദി ശരി. ടീച്ചറെ, നമ്മൾക്കറിയാം ഇന്നിപ്പോൾ ചിത്ര ചേച്ചി, നമ്മുടെ പ്രശസ്ത ഗായികയായിട്ടുള്ള വാനമ്പാടിയുള്ള ചിത്ര ചേച്ചി, ശോഭന എന്ന് പറയുന്ന സിനിമാ നടി, അതിനുശേഷം ഏറ്റവും അവസാനം എത്തി നിൽക്കുന്ന വിദ്യ എസ് അയ്യർ എന്ന് പറയുന്ന ഒരു IAS കാരി. അവർ അവരുടെ ആചാര അനുഷ്ഠാന പ്രകാരം അവരൊരു ഹിന്ദു വിശ്വാസിയായതുകൊണ്ട് അവരുടെ ഭർത്താവ് അരുവിത്താറ മണ്ഡലത്തിലെ MLA ആയിരുന്നു, കോൺഗ്രസിന്റെ സമുന്നത നേതാവായിട്ടുള്ള കാർത്തികേയന്റെ മകനായിട്ടുള്ള ശബരിനാഥൻ. അദ്ദേഹത്തിന്റെ ഭാര്യ കൂടിയായിട്ടുള്ള ഈ പറയുന്ന വിദ്യ എസ് അയ്യർ കഴിഞ്ഞ ദിവസം പൊങ്കാലയിട്ടു. ഈ പൊങ്കാലയിട്ട ഫോട്ടോ ഈ ശബരിനാഥ് അദ്ദേഹത്തിന്റെ പ്രൊഫൈലിലൂടെ പങ്കുവെച്ചു, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചിത്രം അദ്ദേഹം അവിടെ പങ്കുവെച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, അതല്ലാതെ വിദ്യ എസ് അയ്യർ പറയുകയും ഈ അവരുടെ ആ ഒരു കളക്ടർ എന്ന് പറയുന്ന ഉദ്യോഗം വിട്ടിട്ടുള്ള ഒരു തന്റെ ഭാര്യയുടെ ചിത്രങ്ങളാണ് അവിടെ പങ്കുവെച്ചത്. അതിന് താഴെ വന്ന കമന്റുകൾ ഇന്ന് കേരളത്തിന്റെ കൃത്യമായ ചിത്രം വരച്ചു കാട്ടുന്നുണ്ടെന്ന് പറയാതിരിക്കാനാവില്ല. കാരണം അവരിട്ട പൊങ്കാലയിൽ ഈ ബീഫാണോ തിളപ്പിക്കുന്നത്, മീനാണോ, മത്സ്യമാണോ എന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകരവർഗം അവിടെ പൊങ്കാല, ഈ പറയുന്ന അസഭ്യം വിതറിക്കൊണ്ട് പൊങ്കാല ഇട്ട സമയത്ത് അതുകൂടി എങ്ങനെയാണ് ടീച്ചർക്ക് ചൊറിച്ചിൽ മാറ്റാനാവുക? ആ ഒരു ചൊറിച്ചിൽ കൂടിയാണ് മാറ്റി കൊടുക്കാം. ഈ കൽപ്പന ചൗള അതുപോലെ ഒരുപാട് ആളുകള് അവരെ ചന്ദ്രനിൽ പോയിട്ട് ബാങ്ക് വിളി കിട്ടത്രേ. അതിനൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. സംസം വെള്ളം കൊണ്ടുവരുന്നു മക്കയിൽ പോയിട്ട്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. മക്കയിലെ മണ്ണ് വരിക്കൊണ്ടുവരിക. വേറൊരു മൊശകോടനുണ്ട്, ഉസ്താദന്മാരൊക്കെ മൊശകോടന്മാരല്ല, എല്ലാരും അല്ല, എന്നാലും അയാള് പറയാണ് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന മണ്ണാണ്, അതിനകത്ത് നമുക്ക് മൂത്രക്കല്ലുണ്ടെങ്കിൽ ആ മണ്ണിനകത്ത് തെളിയത്രേ, അവിടെ പോയിട്ട് മൂത്രം ഒഴിക്കണ്ടേ. അപ്പോ ഇങ്ങനെ അവരുടെ മതം ഒരു പ്രത്യേകമായ രൂപത്തിൽ അവര് പ്രചരിപ്പിക്കുന്നു, ഒരു കുഴപ്പമില്ല. ഇപ്പോ നിച്ച് ഓഫ് ട്രൂത്ത് 4, 5, 6 വയസ്സുള്ള കുഞ്ഞുങ്ങളെ മതം മാറാൻ പഠിപ്പിക്കുകയാണ്. ഒന്ന് ആലോചിക്കും നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ. സിജോ ഒന്ന് പറയണം. ഒരു പക്ഷേ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് എന്ത് സംഭവിക്കുമായിരുന്നു? എങ്ങനെയാണ് ആ നിരോധനത്തിലേക്ക് എത്തിച്ചേർന്നത്? അത് നരേന്ദ്രമോദി വഹിച്ച പങ്കെന്താണ്? അതെ, അത് മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് വരെ നമ്മൾ കണ്ടതാണ്. കാശ്മീരിലെ വിഘടനവാദികൾക്ക് Z+ കാറ്റഗറി സുരക്ഷ ഒരുക്കിയ ഒരു ഗവൺമെന്റ് ആയിരുന്നു മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത്. മോദി വന്നേ പിന്നെ ഈ വിഘടനവാദികളുടെ അവസ്ഥ ഇന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോയോ ഒരു എന്തെങ്കിലും ഒരു വാചകങ്ങളോ പേപ്പറിലോ ന്യൂസിലോ കാണാനുണ്ടാവും, ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ്. അതിന്റെ ഈ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ അങ്ങേയറ്റത്ത് ഇങ്ങേയറ്റത്തോടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നത്, ശരിയല്ലേ? കേരളത്തിലും കാശ്മീരിലും ആയിരുന്നു. നരേന്ദ്രമോദി കാശ്മീരിൽ ഒതുക്കി, കേരളത്തിൽ ഒരു 60% ശരിക്കും ഒതുങ്ങിയിട്ടുണ്ട്, ബാക്കി അപ്ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ നിലവിൽ പുതിയ നിയമങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് മതാധിഷ്ഠിതമാണെന്നൊക്കെ ഇവര് പറയുന്ന നിയമങ്ങള്, ഇന്ത്യയിലെ പൗരത്വ ഭേദഗതിയെ കുറിച്ചൊക്കെ വൻ പ്രചാരമാണ് നടക്കണേ. അതായത് ഇത് ഹിന്ദുത്വവൽക്കരിക്കാനുള്ള ഇടപാടാണെന്നൊക്കെയാണ് പറയണേ. പക്ഷേ അതിന്റെ യാഥാർത്ഥ്യം അറിയാണ്ടാണ് അതിനെ. അപ്പൊ അതേമാതിരി ഓരോരോ നിയമങ്ങളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കണേ. കാലാന്തരമായിട്ട് ഈ വക ഇതുപോലെ കാശ്മീരിലെ വിഘടനവാദികളെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഓരോരോ വകുപ്പുകളും എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ജനാധിപത്യ സോഷ്യലിസ്റ്റ് പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രമായപ്പോൾ ഇന്ത്യക്ക് വേണമെങ്കിൽ ഹിന്ദു രാഷ്ട്രമാവായിരുന്നു. പക്ഷെ ലോകത്തിൽ ലോകവും അതായത് എല്ലാവരും വസുദൈവ കുടുംബം എന്ന് പറയുന്ന കൂട്ടാണ് ഭാരതത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ശരിക്കും നമ്മുടെ വീട്ടിലെ ഒരു അതിഥിയായിട്ട് കാണുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് ഭാരതം കീപ്പ് ചെയ്തത്. അതിന്റെ പേരിലാണ് ഒരു മതരാഷ്ട്രമാവാത്ത ഭാരതം നിലനിന്നത് തന്നെ.
എന്നിട്ടും ഭാരതത്തെ വീണ്ടും വെട്ടിമുറിക്കാനുള്ള പ്രവണതയായിട്ടാണ് പലരും ഇവിടെയൊക്കെ ഈ ഭാരതത്തിലും ഈ കേരളത്തിലുള്ളവരൊക്കെ ചട്ടുകം എന്ന് പറയും. ഇവരെയൊക്കെ വെച്ച് മുതലെടുക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സാക്കിർ നായിക്കിനെ പോലെ, അതുപോലെ MM അക്ബറെ പോലുള്ള ഇവരുടെയൊക്കെ ഉന്നതന്മാരാണ്. ഇവിടെ ഉള്ളതൊക്കെ ചട്ടുകങ്ങള്, അതായത് സിംഹങ്ങളാണ് പുലികളാണെന്നൊക്കെ പറയും. അവസാനം ഒരു കേസ് വന്നിട്ട് പിന്നെ എവിടെയെന്ന് 12 വർഷം കഴിയണം ഒരുത്തിനെ പിടിക്കാൻ. അത് അതുമാതിരി അന്വേഷിച്ചിറങ്ങണം. സംരക്ഷിക്കാനും ആൾക്കാരുണ്ടെന്നാണ് ഇവരുടെ പ്രത്യേകത. മനസ്സിലായോ? ശരിയല്ലേ? അതെ, ഈ കാശ്മീരിനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്കൊന്ന് കൂട്ടിച്ചേർക്കാനുണ്ട് ടീച്ചറെ. കാശ്മീരിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മഞ്ഞെറിഞ്ഞ് കളിച്ചൊരു ചിത്രം നമ്മൾ കണ്ടിരുന്നു. അതിന് വീഡിയോ കണ്ടിരുന്നു. ഏറ്റവും അവസാനം അതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ എന്നുള്ള നിലയ്ക്ക് സച്ചിൻ തെണ്ടുൽക്കർ ക്രിക്കറ്റ് കളിക്കുന്നത് നമ്മൾ കണ്ടു. എന്നിട്ട് അതിന് താഴെ ഇസ്ലാമിക ജിഹാദി നാമധാരികളും അതുപോലെ ഈ കോൺഗ്രസിന്റെ ആ ഒരു ഇന്നും അടിമത്ത മനോഭാവം, കുടുംബത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നമ്മുടെ രാജ്യം 6.5 പതിറ്റാണ്ട് ഭരിച്ച ആ കുടുംബത്തിന് വേണ്ടി രാഷ്ട്രീയത്തെ ഒറ്റുകൊടുത്ത അല്ലെങ്കിൽ കൂട്ടിക്കൊടുത്ത അവരുടെ കമന്റുകളാണ് ഏറ്റവും വലിയ രസകരം. ഇതാണ് ഭാരതം, ഇതാണ് മതേതര രാജ്യം കേരളം, കാശ്മീർ എന്നൊക്കെ പറയുന്നു. ഈ കാശ്മീരിൽ ആ സ്വാതന്ത്ര്യം ആരാണ് നേടിക്കൊടുത്തത് ടീച്ചറെ? ആർട്ടിക്കിൾ 370 പറയാതെ പോകാൻ പറ്റില്ല നമുക്ക്. നമ്മുടെ നാട് സത്യം പറഞ്ഞാൽ നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ട് നമുക്ക് ഉറപ്പാണ് നാളെ നമ്മൾ അഭയാർത്ഥികളായി പോകില്ല. കഴിഞ്ഞ ദിവസം ഒരു യാനാമിർ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ലണ്ടനിലെ മാധ്യമ പ്രവർത്തകയാണ്. ആ പെണ്ണൊരുത്തി ലണ്ടൻ പാർലമെന്റിൽ നിന്ന് പറയാണ്, ഞാൻ ഒരിക്കലും മലാല യൂസഫ്സായി ആകില്ല. ഞാൻ ജീവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ്. എന്റെ ഭാരതത്തിൽ ഞാൻ സുരക്ഷിതയാണ്. ഒരിക്കലും അഭയാർത്ഥിയായി ഞാൻ നിങ്ങളുടെ രാജ്യത്തേക്ക് വരേണ്ടി വരില്ല. അത് പറയാൻ ധൈര്യം കിട്ടിയത് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാർക്ക് അത്രയേറെ പ്രാധാന്യം നൽകുന്ന, അതിർത്തിക്ക് അത്രയേറെ പ്രാധാന്യം നൽകുന്ന, അയൽ രാജ്യത്തിന് അത്രയേറെ പ്രാധാന്യം നൽകുന്ന ആളുകൾ കൊണ്ടാണ്. അല്ലെങ്കിൽ അങ്ങനെ പറയാൻ കഴിയില്ല. ഇപ്പോ നമ്മുടെ 8 പട്ടാളക്കാരെ ഖത്തർ പിടിച്ചു വെച്ചു. എന്ത് സംഭവിച്ചു? പുഷ്പം പോലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ കഴുമരത്തിൽ നിന്നും ഊരിക്കൊണ്ടുവന്നു. രാജ്യം കാക്കുന്ന പട്ടാളക്കാർക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പ്രധാനമന്ത്രി. ഇവിടെയാണ് ഈ രാജ്യം ഈ കരങ്ങളിൽ സുരക്ഷിതമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു. ആലോചിക്കണം, എന്തുകൊണ്ടാണ് ഈ വൈദികനെ കൊല്ലാൻ ശ്രമിച്ച 27 പേർക്കും പേരില്ലാത്തത്? കാരണം ഈ കേസ് അന്വേഷിക്കുന്നത് ആരാ? ഈരാറ്റുപേട്ട പോലീസാണ്. ഈരാറ്റുപേട്ട ആരുടെ ഈറ്റില്ലമാണ്? അവിടെ നിന്നാണ് ഒരു കുട്ടിക്കാലൻ പിറവിയെടുക്കുന്നത്, അരിയും മലരും കുന്തിരിക്കവുമായി. അപ്പോ അവിടെയാണ് PC ജോർജിനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ PC ജോർജ് ചാനലിൽ വന്നിരുന്ന് പറഞ്ഞു, എവിടാണ് വരേണ്ടത്? നിന്റെ തന്തയെ കൂടെ വിളിച്ചോടാ, ഞാൻ വരാം, എന്നെ നീ അങ്ങ് കൊന്നോന്ന്. ആ ഈരാറ്റുപേട്ട നിന്നിട്ട് മുസ്ലിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തില്ലേ, എനിക്ക് വേണ്ട പുല്ലേ നിന്റെ വോട്ട് എന്ന് പറയാൻ ധൈര്യം കാണിച്ച PC ജോർജ് ഒരു പക്ഷേ ഇന്ന് ഈ വൈദികനെ വധിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യാനികൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനോടാണ് നന്ദി പറയുന്നത്. കാരണം ജോസഫ് മാഷിന്റെ കൈ വെട്ടിയപ്പോൾ അനങ്ങാത്തവർ പാലാ ബിഷപ്പിന്റെ തലയും നാക്കും അരിയാൻ വേണ്ടി നിന്നപ്പോൾ ഒരുമിച്ചു മല പോലെ നിന്നു. കുറച്ച് കൂടുതൽ കത്തികൾ എടുത്തു, കൂടുതൽ തലകൾ അരിയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോ അവിടെ തുടങ്ങി. ഇനി നമ്മൾ ഒറ്റപ്പെട്ടു നിന്നാൽ നമ്മൾ അനുശ്രീയുടെ പരസ്യം പോലെയായി പോകും ഈ കേരളത്തില്. അതുകൊണ്ട് നമുക്കിനിയും പ്രതികരിച്ചേ മതിയാകൂ. ഞാൻ സിജോയോട് ചോദിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് കൊണ്ട് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സവാദ് എന്ന ഭീകരൻ 13 വർഷം ഈ കണ്ണൂരുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ജാഫർ തടിയന്റെ അവിടെ ഇവരെയൊക്കെ പൂവിട്ട് പൂജിക്കാൻ, കോടിക്കണക്കിന് പണം കൊടുക്കാൻ, സ്ഥാനമാനങ്ങൾ നൽകാൻ, ജയിലിൽ കിടന്നാൽ ഇലക്ഷന് മത്സരിച്ച് വിജയിപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ ആളുകളുണ്ട്. പെണ്ണു വേണോ? അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന SDPI-കാരൻ 8 മക്കളിൽ ഏത് മോളെയാണ് മോനെ നിനക്ക് വേണ്ടത്? കാരണം ജോസഫ് മാഷിന്റെ കൈയെടുത്ത് കാലം എടുത്തിട്ട് ഇന്ത്യയിൽ ശരീഅത്ത് നിയമത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് തെളിയിച്ചു കൊടുത്തില്ലേ? ഇതാണ് നമ്മുടെ കേരളം. ഈ കേരളം ശരിക്കു പറഞ്ഞാൽ എന്നോ കേന്ദ്രഭരണ പ്രദേശമായി മാറേണ്ടി. ഇവിടെ കേരള പോലീസ് എടുക്കുന്ന ചില നയങ്ങൾ നമുക്ക് 100 സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഷാരൂഖ് സേഫി എലത്തൂര് വെച്ചിട്ട് ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസിന് തീയിട്ടവൻ ഭാഗികമായി പൊള്ളലേറ്റു, ഒരു കണ്ണ് പോയി, ഒരു ഭാഗം പോയി. അവൻ തീയിട്ട അതേ തീവണ്ടിയിൽ
അവൻ യാത്ര ചെയ്തെത്തുന്നത് കണ്ണൂര. നേരം വെളുക്കുവോളം അവൻ കണ്ണൂർ സുരക്ഷിതനായിരുന്നു. അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന 6 മൊബൈൽ ഫോണുകൾ വാങ്ങി രക്ഷപ്പെടുത്തിയവനെ പെരുന്നാളാകുന്നതിന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് 10-15 ദിവസം മുമ്പേ അവന് പെരുന്നാൾ പുടവ കൊണ്ടു കൊടുക്കുന്നു. വളയിട്ട കൈകൾ അവന് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും എത്തിച്ചു കൊടുക്കുന്നു. അവനെ മഹാരാഷ്ട്ര NIA അതുപോലെ ATS പോലീസ് അവരൊക്കെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചത് കൊണ്ട് അവനെ പിടിക്കുന്നു. പിന്നീട് കേരളത്തിലെ ഈ സംഭവം നടന്നത് കൊണ്ട് ദൗർഭാഗ്യം എന്ന് പറയട്ടെ, മഹാരാഷ്ട്ര പോലീസ് ഇവർക്ക് കൈമാറുന്നു. ഈ കേരളത്തിൽ എത്തുന്നതിനിടയിൽ 10 തവണയിലധികം ഈ കേരള പോലീസ് ഷാരൂഖ് സൈഫിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. ഇതാരാ പറയുന്നത്? ഒരു ഡിവൈഎസ്പി. ആരോടാ പറയുന്നത്? NIA-യോട്. 10 തവണയിലധികം. ആദ്യം ഇന്നോവ വരുന്നു, പിന്നീട് BMW വരുന്നു, പിന്നീട് ബൊലേറോ വരുന്നു. ഈ വണ്ടികളെല്ലാം വഴിക്ക് വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ ആവുക. എന്നിട്ട് കാടുകളിൽ മണിക്കൂറുകളോളം കിടക്കുന്നു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇവരെയൊക്കെ നമ്മുടെ നാട്ടിൽ വച്ചു വളർത്തുവാണ്. സംറ കൺവെൻഷൻ സെന്ററിൽ ബോംബ് വെച്ചവൻ എന്തിനാണ്? യഹോവ സാക്ഷികൾ ഇവനെ എന്ത് ചെയ്തിട്ട്? ഇതൊന്നുമല്ല. കാരണം സാക്കിർ നായിക്കിനോടുള്ള അവന്റെ പ്രേമം കാരണം അവനത് ചെയ്തതാണ്. കാരണം അമുസ്ലിങ്ങൾ ഈ നാട്ടിൽ വേണ്ട, അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യണമെന്ന് 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിന്റെ സംസ്കാരമാണ് അവന്റെ തലച്ചോറിനെ നിയന്ത്രിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ആ സവാദ് ജോസഫ് മാഷിനെ വെട്ടിയ മഴുവുമായി കഴിഞ്ഞത് ഈ കണ്ണൂരാണ്. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പത്തനംതിട്ടക്കാരിയായ ബെച്ചൂച്ചിറ, ഒരു ജസ്ന മെരിയ ജെയിംസ്, ആ പെൺകുട്ടി ഈ നാട് വിട്ടിട്ടുണ്ടാകുമോ? ഇവിടെ ഉണ്ടാകുമോ? മക്കളും കുട്ടികളും ഒക്കെയായി ഈ നാട്ടിലുണ്ടാകും. സജിത എന്ന് പറയുന്ന പെൺകുട്ടി കൊച്ചമ്മയ്ക്ക് പായസം കൊടുക്കാൻ പോയതാ. 10 വർഷം കാണാനില്ല. എവിടെ പോയി? തൊട്ടടുത്ത വീട്ടിൽ, കാമുകന്റെ വീട്ടില്. ഒരു മുറിയിൽ 10 വർഷം ജീവിച്ചിട്ട് നമ്മുടെ കേരള പോലീസിന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ കേരള പോലീസിനെ ആര് വിശ്വസിക്കും? കേരള പോലീസിൽ എല്ലാവരും മോശക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് അവർ നല്ലവരായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പക്ഷേ ഇവരെ വിശ്വസിച്ച് നമ്മൾ എങ്ങനെയാണ് നിയമം നടപ്പിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്? ഏറ്റവും ഒടുവിൽ ഈ വൈദികനെ കൊല്ലാൻ ശ്രമിച്ചതിന് എന്തുകൊണ്ടായിരിക്കും? മൈനർ ആണെങ്കിലും അവരുടെ പേര് വിവരം നമ്മളോട് പറയേണ്ട, മാധ്യമങ്ങളോട് പറയേണ്ട, FIR-ൽ കാണേണ്ടതല്ലേ? അതുകൊണ്ടല്ലേ നമുക്ക് ഈ വിഷയം എടുത്ത് സംസാരിക്കേണ്ടി വരുന്നത്? മുഖ്യധാരാ മാധ്യമങ്ങൾ ഇവരെ കണ്ട് ഭയന്ന് നിൽക്കുന്നത് കൊണ്ടല്ലേ? ഇതാണ് ഈ വിഷയത്തിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അധികം ചർച്ച ചെയ്ത് കാണപ്പെട്ടില്ല ഈ ഒരു സംഭവം. ശരിയല്ലേ? ചർച്ച ചെയ്തില്ല ഈ ഒരു സംഭവം തന്നെ. അധികം ഇപ്പൊ ന്യൂസിലൊന്നും കാണിക്കണില്ല ഇതിനെ കുറിച്ച്. ജനജീവി മാത്രം ചർച്ച ചെയ്തു. ജനജീവിയിൽ ചർച്ച ചെയ്യുന്നതല്ലേ? അല്ല, കഴിഞ്ഞ ദിവസം മറ്റൊരു മാധ്യമങ്ങൾ മുക്കിയ മറ്റൊരു വാർത്തയുണ്ട്. പൊങ്കാല നടക്കുന്ന തിരുവനന്തപുരത്ത് നാളെ മോദിജി കേരളത്തിലേക്ക് വരികയാണ്. അവിടെ കമാൽ പാഷ എന്ന് പറയുന്ന IS അതുപോലെ അൽഖ്വയ്ദ തീവ്രവാദിയായിട്ടുള്ള ഒരുത്തനെ പോലീസ് വണ്ടിയുടെ രൂപത്തിലുള്ള പോലീസ് സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു വാർത്ത മാധ്യമങ്ങളെല്ലാം മുക്കിയിട്ടുണ്ട്. ഈ കമാൽ പാഷയെ അടക്കമുള്ള ആളുകൾ ഇത്ര കണ്ട് പോലീസ് എന്ന സ്റ്റിക്കർ പോലും ഒട്ടിച്ചുകൊണ്ട് കേരളത്തിലൂടെ ഇങ്ങനെ പറക്കണം എന്നുണ്ടെങ്കിൽ പിണറായി വിജയനോട് ചൊറിയാതെ വയ്യ. പിണറായി വിജയ, മുക്കാലൻ വിജയ എന്ന് പച്ചക്കാരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. എങ്ങനെയാണ് ടീച്ചർ അതുകൂടെ കാണുന്നത്? കമാൽ പാഷ മിടുക്കനായിട്ടുള്ള ഒരു തീവ്രവാദി തന്നെയാണ്. തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലാണ് പിടിയിലാകുന്നത്. പോപ്പുലർ ഫ്രണ്ട് നേതാവാണ്. അയാളുടെ പേര് സാദിഖ് ബാഷ എന്നാണ്. അയാള് മാർഷൽ ആർട്സ് ഒക്കെ നടത്തുന്ന ആളാണ്. ICAMA എന്നാണ് അയാളുടെ മാർഷൽ ആർട്സിന്റെ പേര്. അതും ചേർത്തിട്ടാണ് അയാളുടെ പേര് അറിയപ്പെടുന്നത്. അയാളെ NIA കൊണ്ടുപോയി എന്നാണ് ഏറ്റവും ഒടുവിൽ ഞാൻ കണ്ടത്. ഇന്നലെ വൈകിട്ട് സാദിഖിനെ വട്ടിയൂർക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്യുവാണ്. എന്തിന്? ഭാര്യയെ കാണാൻ വന്നതാണ് എന്ന് ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. പോലീസ് ചോദിച്ചപ്പോൾ ഇയാൾ വയലന്റ് ആകുന്നു. കാരണം ഇയാള് കരാട്ടെയൊക്കെ പഠിച്ചിരിക്കുന്ന മാസ്റ്റർ ആണല്ലോ. ടാക്സി പിടിച്ച അയാൾ വരുന്നു. പോലീസ് സ്റ്റിക്കർ വാഹനത്തിന്റെ എങ്ങനെയാണ്? കേരള പോലീസ് എന്ന് എങ്ങനെയാണ് ഇയാളുടെ വാഹനത്തിൽ സ്റ്റിക്കർ പതിക്കുന്നത്? അപ്പോൾ ഇയാൾക്ക് എവിടെ നിന്നാണ് ഈ ധൈര്യം വന്നത് എന്ന് ആലോചിച്ച് നോക്കുന്നത്. അയാൾക്ക് അറിയില്ലത്രേ അയാളുടെ വണ്ടിയില് കേരള പോലീസ് എന്ന സ്റ്റിക്കർ വന്നത് എങ്ങനെയാണ് എന്ന് അയാൾക്ക് അറിയില്ലാന്ന്. തമിഴ്നാട്ടിലടക്കം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച NIA അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രതിയെ
എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്ക്. ഐസിസിനു വേണ്ടി പ്രചാരണം നടത്തിയതിനും ധനം സമാഹരിച്ചതിനുമായി ബന്ധപ്പെട്ട കേസുകളിൽ തമിഴ്നാട് സ്വദേശിയായ ഈ സാദിഖ് ബാഷയെ 4 കൂട്ടാളികളെയും 2022 ജൂണിലാണ് NIA അറസ്റ്റ് ചെയ്യുന്നത്. ഇയാൾക്കെതിരെ മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനും കേസ് നിലവിലുണ്ട്. തമിഴ്നാട്ടിലെ വാഹന പരിശോധനയ്ക്കിടയിൽ പോലീസുകാരനെ സാദിഖും സംഘവും കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. ചോര കണ്ട് അറപ്പ് തീർന്നു. കൊലപാതകങ്ങളൊക്കെ എമ്പാടും ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, അടിയുണ്ടല്ലോ, രാഷ്ട്രീയ പിടിപാടുകളുണ്ടല്ലോ. സാദിഖിന് IS-ഉം ISIS-ഉമായി ബന്ധമുണ്ട് എന്ന് NIA ആണ് പുറത്തു പറഞ്ഞത്. വട്ടിയൂർക്കാവില് അവന്റെ 2ാം ഭാര്യ ഉണ്ടായിരുന്നത്രേ, തിരുവനന്തപുരം വട്ടിയൂർക്കാവില്. പോലീസ് സ്റ്റിക്കർ ഒട്ടിച്ച കാറുമായി ഇവിടെ ഇങ്ങനെ ബലസി നടക്കുക ആള്. തമിഴ്നാട്ടിലെ PFI-യുടെ ഹിറ്റ് സ്ക്വാഡ് തലവനായ ICA MA സാദിഖ് എന്നറിയപ്പെടുന്ന സാദിഖ് പാഷ നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്ത് വരുന്നു എന്നറിഞ്ഞ് ആ പരിപാടി ലക്ഷ്യമിട്ട് തിരുവനന്തപുരത്ത് എത്തുവാണ്. ഇത് ഞാൻ മാത്രമല്ല, ഭാർഗവ റാം അടക്കം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സംശയിക്കുന്നു നരേന്ദ്രമോദിയെ കൊല്ലാനാണ് അയാൾ വന്നത്. സാദിഖിന്റെ മാർഷൽ ആർട്സ് അക്കാദമിയുടെ പേരാണ് ICA MA. അതിനകത്തും ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ കുരുക്കുരുപ്പ്. കുറെ കാലം ജയിലിലായിരുന്നു ഈ സാദിഖ്. മുമ്പ് സിറിയയിൽ പോകാൻ തയ്യാറായ ചെറുപ്പക്കാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടില് ഒരുപാട് ഹിറ്റ് സ്ക്വാഡുകൾ, ഹിറ്റ് ലിസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ സജീവമായി നടക്കുന്നു. എന്തേ പിടിക്കാൻ പറ്റാത്തത്? നമ്മുടെ കേരളം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് വർദ്ധിച്ചു പോയി. നിങ്ങൾ കണ്ടിരുന്നോ മലപ്പുറത്ത് ഒരു തുരങ്കം പ്രത്യക്ഷപ്പെട്ടത്? ഈ ഹൈവേക്ക് റോഡ് വീതി കൂട്ടുന്നതിനിടയില് വലിയ ഒരു ഭീകരമായ തുരങ്കം പ്രത്യക്ഷപ്പെട്ടു. എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ഹമാസിന് സമാനമായ തുരങ്കങ്ങൾ ഇനിയും ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും കുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചുകൊണ്ട് പറയണം, ഞങ്ങളുടെ മതേതര ജനാധിപത്യ ഇന്ത്യയെ ഒരിക്കലും ഇവരൊരു മതസ്ഥാനാക്കില്ല എന്ന്. എങ്ങനെ പറയും? നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇതിന്? ഞങ്ങളൊക്കെ എടുക്കുന്ന എഫേർട്ടിന്റെ 1% ഈ രാജ്യത്തെ ജനാധിപത്യവും ബഹുസ്വരതയും നിലനിർത്താൻ ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എടുക്കുന്നുണ്ട്. ഈ മതത്തിന്റെ ഭീകരത, ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഖുർആനികമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ എത്ര ഭീഷണികൾ നേരിടുന്ന ആളുകളാണ്. എന്റെ മക്കൾക്ക് സ്കൂളിൽ പോലും പോയി മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചോറ് തിന്നുന്ന ടിഫിൻ ബോക്സിനകത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളം നിറച്ച് എന്റെ കുട്ടിയെ ഇടിക്കുക. മോളെ, ആര്? സ്കൂളിൽ അധ്യാപകരുടെ മക്കൾ. അതിന് ഫിക്സ് വരുക. അന്ന് ബൈജുമായിട്ടൊന്നും എനിക്ക് പരിചയമില്ല. ഞാൻ ഈ കാപ്പാട് വന്ന സമയത്താ സാർ എന്നെ വിളിക്കുകയാണ്, എന്താ നിങ്ങളുടെ മോൾക്ക് സുഖമില്ല. ഞാൻ വന്ന് നോക്കിയപ്പോ എന്റെ കുട്ടിയുടെ ശരീരം മുഴുവനും ചുവന്ന അടയാളം. എന്താ വിചാരിച്ചത്? അവരെന്ത് ചെയ്താലും ശരി, അവരെ രക്ഷപ്പെടുത്താൻ ഇവിടെ ആളുണ്ട്, അവരെ സംരക്ഷിക്കാൻ ആളുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്ക്. 10 പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ചൊരു ക്രിസ്ത്യൻ ചർച്ചിലേക്ക് അതിക്രമിച്ചു കയറി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് ബൈക്ക് റേസിംഗ് നടത്തി. അവിടുന്ന് വൈദികൻ ഇറങ്ങി വന്ന് നിങ്ങൾ പുറത്തു പോകണം, ഞങ്ങളുടെ ആരാധന നടക്കുവാണ് എന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ അയാളെയും ഇടിച്ചു വീഴ്ത്തി കൊല്ലാൻ ശ്രമിച്ചു. ഒരു തവണയല്ല, പല തവണ. ഇവർക്ക് ഇവിടെ നിന്നാണ് ഈ ധൈര്യം കിട്ടിയത്? സാദിഖ് പാഷയിൽ നിന്ന് തുടങ്ങണം നമ്മൾ. കാരണം ഈ ഒരു സാദിഖ് പാഷയല്ല ഈ കേരളത്തിലുള്ളത്. കൈവെട്ടിയ ഒരു സാദിഖല്ല ഇവിടെ ഉള്ളത്. ഒരു ജാഫർ തടിയന്റെ അവിടെ അല്ല ഇവിടെ ഉള്ളത്. നമ്മുടെ കേരളം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. NIA അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ കുറെ മുതുകാലന്മാരുണ്ട്. അതിൽ ഒരു കാലനാണ് CA റൌഫ്. റൌഫിനെയും സത്താറിനെയും പിടിച്ച് ഡയപ്പറിൽ നിർത്തി ഇട്ടിച്ച് പിഴിഞ്ഞ് ഇഞ്ചിച്ചാറ് പുറത്തെടുത്തപ്പോൾ അവര് പറഞ്ഞു, കേരളം കത്തിക്കാനായിരുന്നു ഞങ്ങളുടെ പദ്ധതി. FIR ഉണ്ട്, വെറുതെ പറയുന്നതല്ല. കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ സ്ഫോടനം നടത്താൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. എന്താണ് ഇവര് ലക്ഷ്യം വെക്കുന്നത്? ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഇവരെയൊക്കെ ഫ്രീ ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുപോയി സിറിയയിലോ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ഇറക്കി കൊടുക്കും. ഓരോ ഇരുമ്പ് ജെട്ടിയും കൂടെ സ്പോൺസർ ചെയ്യണം. അപ്പോ ഈ സാദിഖ് പാഷ, ഇയാളുടെ ഒരു ലക്ഷ്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇയാളുടെ ആത്മവിശ്വാസവും ധൈര്യം. എന്ത് പറ്റി? നെറ്റ് പോയോ? പറഞ്ഞോളൂ.
നരേന്ദ്രമോദി ഭരിച്ചാൽ ഒരിക്കലും ഈ രാജ്യം അവർ വിചാരിക്കുന്നത് പോലെ പാകിസ്ഥാനാക്കി മാറ്റാൻ പറ്റില്ല. അപ്പോൾ ആദ്യം വീഴ്ത്തേണ്ടത് നരേന്ദ്രമോദിയെയാണ്. അവർ സ്ത്രീകളെ രംഗത്തിറക്കി. ഒരു സ്ത്രീ വന്ന് പറഞ്ഞത് കേട്ടില്ലേ, തെണ്ടിയുടെ മോനെ, ചായക്കടക്കാരന്റെ മോനെ, നിനക്ക് എങ്ങനെ ധൈര്യം വരുന്നടാ ഞങ്ങളുടെ രാജ്യത്തെ മാറ്റിമറിക്കാൻ? നീ ഒരു ചുക്കും ചെയ്യണം. ആരാണ് ഇവർക്ക് ഈ ധൈര്യം കൊടുക്കുന്നത്? എത്ര പെൺകുട്ടികളെ പോപ്പുലർ ഫ്രണ്ടുകാരിറക്കി. 9 വയസ്സുള്ള ചെറിയ കുട്ടിക്കാലനെ മുൻനിർത്തി ഇങ്ങനെ കൊലവിളി മുദ്രാവാക്യം മുഴക്കിയിട്ട് 3 ദിവസം എടുത്തു കേരള പോലീസിന് ആ പയ്യന്റെ വീടൊന്ന് കണ്ടുപിടിക്കാൻ. ഇതാണ് നമ്മുടെ പുതിയ കേരളം. ഈ കേരളം നമ്മുടെ കയ്യിൽ നിന്നും വിട്ടുപോകുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ ബഹുസ്വരത നിലനിൽക്കണമെങ്കിൽ, നമുക്ക് നാനാത്വത്തിൽ ഏകത്വത്തോടു കൂടി ജീവിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ശബ്ദിച്ചേ മതിയാകും. ബൈജുവിന്റെ വീട്ടില് മകൾക്ക് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വിളിക്കാതെ തന്നെ എനിക്ക് അവിടെ വരാൻ കഴിയണം. എന്റെ വീട്ടിൽ ബലി പെരുന്നാൾ ആഘോഷമാണെങ്കിൽ അത് എന്തിന്റെ പേരിലാണ്, ഇതിന്റെ ആചാരമാണോ അനാചാരമാണോ എന്നറിയാതെ എന്റെ സ്നേഹത്തിന് വേണ്ടി മാത്രം എന്റെ കുടുംബവുമായി ഒരു ദിവസം പങ്കിടാൻ ബൈജുവിന് എന്റെ വീട്ടിൽ വരാൻ കഴിയണം. ഇനി ക്രിസ്മസ് ആണെങ്കിലും ഓണമാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും ശരി, ജാതിയും മതവും നോക്കാതെ ബൈജുവിന് ഒരുമിച്ചിരിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ഇനിയെങ്കിലും പ്രതികരിച്ചേ മതിയാവും. എന്തായാലും സാദിഖ് പാഷ എന്നുള്ളത് ഞാൻ കമാൽ പാഷ എന്ന് തെറ്റി പറഞ്ഞിരുന്നു. പക്ഷെ രണ്ടും വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്തതാണ്. ഞാൻ തിരുത്താൻ പോകുന്നില്ല. രണ്ടും ഏകദേശം ഒരേ സാമ്യം തന്നെ. പേരിൽ മാത്രം മാറ്റുള്ളൂ. അവരുടെ അടിസ്ഥാന ഗുണം ഒന്ന് തന്നെയാണ്. അല്ല ടീച്ചർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മുക്കാലന്മാർ ഈ ടീച്ചർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ. സത്യത്തിൽ ഈ പിണറായി വിജയൻ ഈ പറയുന്ന അയാളുടെ മകൻ ഓൾറെഡി മുക്കാലാണ്. ഈ പിണറായി വിജയൻ മുക്കാലായി എന്ന് ടീച്ചർ വിശ്വസിക്കുന്നുണ്ടോ? സിജോ വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് അതിനുള്ള തെളിവുകളില്ലല്ലോ. ഞാൻ ടീച്ചറോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഒരു ഭ്രൂണത്തിന് വരെ വിലയുള്ള നാടാണ് ഭാരതം, ശരിയല്ലേ? ഒരു ഭ്രൂണഹത്യ നടത്തിയാൽ പോലും നമുക്കെതിരെ കേസ് വരും. അപ്പൊ ഒരു കുട്ടിയെ ഇതുവരെ ഒരു അംഗഛേദം നടത്താൻ ആർക്കാണ് ഇവിടെ അധികാരമുള്ളത്? അതുകൊണ്ട് നിയമം എന്തുകൊണ്ട് അത് തടയണില്ല? അതായത് ഒരു കുട്ടി, അവനൊരു വ്യക്തിയാണ്, ഒരു പൗരനാണ്, ശരിയല്ലേ? അപ്പൊ അവന്റെ സമ്മതം, അവന്റെ അറിവില്ലാതെ ഇത് മതമാണ്. മതം, തീവ്രവാദികളുടെ മതമാണിത്. അതുകൊണ്ട് ഒരു കുട്ടിയെ ഒരു അധ്യാപകൻ തല്ലിയ അധ്യാപകനെതിരെ കേസെടുത്ത അധ്യാപകൻ അകത്തു പോകുമല്ലോ. ഇതൊരു അംഗഛേദം നടത്തുന്നതാണ്. അതായത് ഇതായിപ്പോയി, എന്താ പറയുക, ഹാൻഡികാപ്റ്റായി പോകണേണ് ശരിക്കും. എന്നിട്ട് എന്തുകൊണ്ട് അതും ഒരു അവന്റെ സമ്മതമോ അറിവോ ഇല്ലാതെ? ഞാൻ പറഞ്ഞുതരാം സിജോ. ഈ ലിംഗഛേദം നടത്തിയിട്ട് എത്ര കണക്കിന് കുട്ടികൾ ദിനം പ്രതി കേരളക്കരയിൽ മരിക്കുന്നുണ്ടെന്നറിയാമോ? അമിത രക്തസ്രാവവുമായി. കൂടുതൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല, ഇവർ ഒതുക്കി തീർക്കാറാണ് പതിവ്. എന്റെ മോന്, അന്ന് ഞാൻ വിശ്വാസിയാണ്, എന്റെ മോന് ഞാന് തിരുവനന്തപുരത്താണ് സർജറി നടത്തിയത്. ജനിച്ച 9ാമത്തെ ദിവസം കുഞ്ഞ് ഭയങ്കരമായ കരച്ചില്. അങ്ങനെ ഒരു ഹജ്ജ് ചെയ്ത ഒരാളാണ് ഡോക്ടർ. ഭയങ്കര കരച്ചിൽ. ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ട് ഞാൻ ശരീരം തളർന്നു വീണു. കാരണം ഡെലിവറി കഴിഞ്ഞ 9ാമത്തെ ദിവസമാണ്. തലചുറ്റി വീണു. അത് കഴിഞ്ഞപ്പോ കുഞ്ഞിനെ ഞാൻ ചോദിച്ചു ഡോക്ടറോട്. അത് കഴിഞ്ഞവരെ എന്നൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ തന്ന് കണ്ണൊക്കെ തുറന്നപ്പോ ഞാൻ ചോദിച്ചു, ഡോക്ടറെ എന്താ കുഞ്ഞിങ്ങനെ കരഞ്ഞത്? അതെ, നമ്മള് ഇസ്ലാമിക നിയമപ്രകാരം ഇങ്ങനെ മയക്കാനൊന്നും പാടില്ല. പച്ചയ്ക്ക് കൊണ്ടുപോയി എന്റെ കുഞ്ഞിന്റെ ലിംഗം വെട്ടിയവർ. അമിത രക്തസ്രാവം മൂലം ആ കുഞ്ഞു മരിച്ചിരുന്നെങ്കിൽ ഞാനടക്കം അന്ന് എന്ത് പറയുമായിരുന്നെന്നറിയാമോ? അല്ലാഹുവിന്റെ വിധിയാണ്. വിശ്വാസം അങ്ങനെയാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു തരം ലഹരിയാണ് മനുഷ്യനെ. അല്ല ടീച്ചറെ, കഴിഞ്ഞ ദിവസം അക്യൂപങ്ചർ ട്രീറ്റ്മെന്റ് നടത്തിയ ഒരു ചങ്ങാതി, ഒരു ഗർഭിണിയായ, അത് കണ്ടല്ലോ നമ്മൾ, ഗർഭിണിയും മരിച്ച കുഞ്ഞും മരിച്ചോ? ഇതും വിശ്വാസത്തിന്റെ ഭാഗം. യെസ്, അതേ പറയാൻ വന്നേ. അതായത് അവന്റെ 2ാം ഭാര്യയാണ് ഈ സ്ത്രീ. രണ്ടും സിസേറിയൻ ആയിരുന്നു. 3ാമത്തതാണിത്. ആശാവർക്കർമാര് വന്നിട്ട് പറയുന്നു എത്രയും പെട്ടെന്ന് ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. പോലീസ് ഇടപെടുന്നു, അവൻ സമ്മതിച്ചില്ല. അങ്ങനെ ആ പെണ്ണും ആ കുഞ്ഞും മരിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും മാധ്യമത്തിൽ ഒരു വാർത്തയെങ്കിലും കണ്ടോ? ഇത് മതമാണ്. ഈ മതം ഇങ്ങനെയാണ്. എത്രയെത്ര കൊലപാതകങ്ങൾ നടക്കുന്നു. ഈ ഒസാമാർ എന്നാണത് പറയാ, ലിംഗാഗ്ര ചർമ്മ ഛേദനം നടത്തുന്ന ആളുകൾ. ഇവർക്ക് വേണ്ടത്ര രൂപത്തിലുള്ള ശാസ്ത്രീയമായ ഒരു ചുക്കും ചുണ്ണാക്കും അറിയില്ല.
ഇവര് പച്ച ഈർക്കലിട്ട് ലിംഗത്തിന്റെ അറ്റത്ത് കൊളുത്തുന്നു, വലിക്കുന്നു, വെട്ടുന്നു, ഇത്രേ ഉള്ളൂ. എന്നിട്ട് കുട്ടികൾ കിടന്ന് നിലവിളിക്കുന്നു. ഇതിനെ ശരിക്കു പറഞ്ഞാൽ കേസെടുക്കേണ്ടത് ആരുടെ പേരിലാ? മാതാപിതാക്കളുടെ പേരിലാ. പ്രവാചകൻ ഇതൊന്നും ചെയ്തിട്ടില്ല, സുരക്ഷിതമായിട്ട് രക്ഷപ്പെട്ടു. ഇതിനകത്താകെ ഒരൊറ്റ ഹദീസ് മാത്രമേ. ഹദീസ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പഠിപ്പിച്ച മാർഗം. ഇബ്രാഹിം എന്നൊരു പ്രവാചകൻ 80ാമത്തെ വയസ്സിൽ കോടാലി ഉപയോഗിച്ചിട്ട് അയാളുടെ ലിംഗം വെട്ടി. കൂടുതലൊന്നും ചോദിക്കരുത്, ഇതാണ് ആ ഹദീസിലുള്ളത്. അങ്ങനെയാണെങ്കിൽ 80 വയസ്സ് വരെ ഇവര് കാത്തിരിക്കേണ്ട ഒരു കോടാലിയുമായിട്ട് ഇതിനൊക്കെ എതിരെ നമ്മൾ സംസാരിച്ചു പോയാൽ നമ്മൾ മതവിമർശക. ഈ മതത്തെ സംബന്ധിച്ച് നമുക്ക് എന്തോ വലിയ വൈരാഗ്യമുള്ളത് കൊണ്ട് നമ്മൾ സംസാരിക്കുന്നു. അവളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കരുത്, അവളെ അങ്ങനെ ചെയ്യരുത്, അവളെ എങ്ങനെ ചെയ്യരുത്. എന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുട്ടികളെ വരെ പീഡിപ്പിക്കാൻ കിട്ടുന്ന ഏത് സാഹചര്യവും അവര് മുതലാക്കുന്നു. എന്റെ ഇക്ക ഗൾഫിൽ ജോലി ചെയ്ത ആളാ. ഏറ്റവും ഒടുവിൽ 20 വർഷമായിട്ട് ഗൾഫില് ആർമി ക്യാമ്പിലൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഒടുവില് എത്ര കേസുകളിലാണ് ഇന്ത്യക്കായി അവിടെ കുടുക്കിയെന്നറിയാമോ? ഓരോ ഇന്റർവ്യൂവിന് പോകുമ്പോഴും ഇവന്റെ ജാമ്യതയുടെ ഭർത്താവ് ഒടുവിൽ കുടുക്കും എന്ന് ഉറപ്പായി. ഏറ്റവും അടുത്ത സുഹൃത്ത് കുടുക്കുമെന്ന് ഉറപ്പായപ്പോ ഞാൻ പറഞ്ഞു, ഒക്കെ അങ്ങോട്ട് പോരെ, നമുക്ക് കഞ്ഞിവെള്ളമാണെങ്കിലും കൊടുക്കും, സമാധാനത്തോട് ഇവിടെ കിടക്കാനുള്ള മക്കൾക്ക് ആരും ഇല്ലാതായിപ്പോ, നമുക്കാരും ഇല്ലാതായിപ്പോ, അങ്ങോട്ട് പോരെ. അതായത് ഇവർക്ക് ആരെ കുടുക്കാൻ, എന്നെ കുടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇവരാരെയും ചെയ്യും. സിജോ എന്റെ ഉമ്മച്ചിയെ കണ്ടിട്ടില്ലേ? സിജോ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ. 92 വയസ്സുണ്ട് സിജോ എന്റെ ഉമ്മാക്ക്. ബൈജുവിന്റെ മോനെ പോലെ ബൈജു ഇടയ്ക്കിടയ്ക്ക് വരെയും ഉമ്മായി നോക്കിയൊക്കെ ചെയ്യാറുണ്ട്. ഉമ്മാക്ക് വയ്യെന്ന് പറഞ്ഞാൽ അപ്പ ബൈജു ഓടി എത്താറുണ്ട്. അപ്പോ ആര് വന്നിട്ടില്ലെങ്കിലും ഞാൻ ബൈജുവിനോട് പറയണ്ട, എന്ത് ഒഴിവുണ്ടെങ്കിലും എന്ത് തിരക്കുണ്ടെങ്കിലും ശരി, നീ ഒന്ന് ഓടി വന്നോ. കാരണം 6 ആൺമക്കളെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ ഉമ്മയാണ്. എന്തുകൊണ്ടാണ് ഒരാളും നോക്കാത്തത്? മതം. മതം. ഞാനടക്കം 13 മക്കളുണ്ട്. ഇന്ന് 10 മക്കൾ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ മതം വിട്ടു. എന്റെ ഉമ്മായെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. എന്റെ ഉമ്മയുടെ മയ്യത്തെന്താ റോഡിൽ കിടക്കോ? റോഡിൽ കിടന്ന് ചീഞ്ഞു നാറുമോ ഞാൻ ജീവിച്ചിരിക്കുമ്പോ? ഉണ്ടാവില്ല. ഈ മതം ഇങ്ങനെയാ. മതത്തിനെതിരെ ആരും ഒന്നും സംസാരിക്കില്ല. പിന്നെങ്ങനെയാ ലിംഗാഗ്രചർമ്മത്തിനെതിരെ സംസാരിക്കുക? എന്റെ ഉമ്മായെ തിരുവനന്തപുരം പാളയം പള്ളി മഹലിൽ നിന്ന് പേര് വെട്ടി മാറ്റുക. എന്തിന്? എന്റെ കൂടെ നിൽക്കുന്നതിന്റെ പേര്. എന്റെ ഉമ്മയ്ക്ക് ഞാൻ മകളല്ലേ? എന്റെ ഉമ്മ ഉംറ ചെയ്ത ആളാ, ഉമ്മ വിശ്വാസിയല്ലേ? പ്രതികാരം ചെയ്യാൻ കിട്ടുന്ന ഏത് സാഹചര്യവും ഇവരെങ്ങനെയും ആ ഫ്രസ്ട്രേഷൻസ് ഇറക്കി വെക്കും. ഈ മതത്തിന്റെ ഭീകരതയതാ. എല്ലാരും ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മതത്തിന്റെ തിന്മകൾ മാത്രം പറയുന്നതെന്ന്? അതിന്റെ നന്മ പറയാൻ ഒരുപാട് സഖാഫിമാരുണ്ട്, സുല്ലമിമാരുണ്ട്, ദാരിമിമാരുണ്ട്, മുസ്ലിം പുരോഹിതന്മാരുണ്ട്. ആരും പറയാത്ത വിഷയങ്ങളല്ലേ നമ്മൾ പറയാൻ. ഇതൊക്കെ ആര് പഠിപ്പിക്കും? ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിലാകണം. ഈ ഭൂമി മുഴുവനും അള്ളാഹുവിന്റേത് മാത്രമാകുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം. ഇസ്ലാം പഠിപ്പിച്ചതാ. അതുകൊണ്ട് ഇവരുടെ കോൺസെപ്റ്റില് ഇന്നൊരു ബാബരി പിടിച്ചു, നാളെ ഗ്യാൻവാപ്പി എടുക്കും. നരേന്ദ്രമോദി ആയതുകൊണ്ടല്ലേ സംഭവിച്ചത്. അപ്പൊ ഇവരുടെ വിശ്വാസം അനുസരിച്ച് ഇതെല്ലാം നാളെ നമുക്ക് തന്നെയാകും. നിങ്ങൾക്കറിയാമോ, മക്കയും മദീനയും, പ്രവാചകൻ ജനിച്ചതും മക്കയിൽ, മരിച്ചതും മദീനയിൽ, എല്ലാം ക്ഷേത്രങ്ങളായി. ഒരുപാട് വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന അമുസ്ലിങ്ങളായിട്ടുള്ള ബഹുദൈവാരാധകരുടെ നാടായിരുന്നു. അതെല്ലാം പിടിച്ചെടുത്തു. അവർ അവരുടേതായിട്ടുള്ള പള്ളികളും മസ്ജിദുകളും മദ്രസകളും ആക്കി മാറ്റി. ഒന്ന് സംസാരിക്കാമോ ആ വിഷയത്തെ കുറിച്ച്? അപ്പൊ നമുക്ക് വിലക്ക് വരും, അപ്പോൾ നമുക്ക് ഭീഷണികൾ വരും. നമ്മൾ വർഗീയ വിദ്വേഷം പറയുന്നു, മതസ്പർദ്ധ ഉള്ള കാര്യം പറയുന്നത് മതസ്പർദ്ധയാണോ? അപ്പോ എതിർഭാഗത്ത് നിൽക്കുന്നത് മതമാണെങ്കിൽ ആരും സംസാരിക്കില്ല. ഇപ്പോൾ വൈദികനെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ച വിഷയത്തിൽ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ആ വിഷയം ചർച്ചയ്ക്കെടുക്കാത്തത്? മതമായതുകൊണ്ട്. വേട്ടക്കാർ മതവിശ്വാസികളായതുകൊണ്ട്, ജിഹാദി കുഞ്ഞുങ്ങളായതുകൊണ്ടാ. അവരെ പേടിയാണ് എല്ലാവർക്കും. ആരും ചർച്ച ചെയ്യുന്ന ആ വിഷയം. അതുകൊണ്ടാണല്ലോ നമ്മൾ 3 പേര് ഇവിടെ ഇരിക്കുന്നത്, ജീവിതം ബലി കൊടുക്കാൻ തയ്യാറായിട്ട്. അല്ല, ഞാന് സിജോയോട് എനിക്കൊരു ചോദ്യമുള്ള. സിജോ കൃത്യമായിട്ടും ആലുവ അതല്ലെങ്കിൽ എറണാകുളമായിട്ട് ബന്ധപ്പെട്ട്, പെരുമ്പാവൂര് ബന്ധപ്പെട്ട് ഒരുപാട് ഏരിയ കവർ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. സിജോയുടെ എക്സ്പീരിയൻസിൽ ഇവരിൽ നിന്നുള്ള ആ ഒരു പ്രതികരണം, അതല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു ജീവിത രീതിയെ സ്വാധീനിച്ചിട്ടുള്ള, കണ്ടിട്ടുള്ള, നേരിട്ട് കണ്ടിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരിക്കാം. എങ്ങനെയാണ് അത് ഷെയർ ചെയ്യുകയാണെങ്കിൽ പറയുക. എനിക്ക് എന്റെ ജീവിതത്തിൽ എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങി എന്റെ തൊട്ടടുത്തിരുന്ന് ഹാരിസ് എന്ന് പറഞ്ഞ എന്റെ ഒരു കൂട്ടുകാരനായിരുന്നു. ഇന്നലെയും കൂടി എന്നെ വീട്ടിൽ വന്ന് കണ്ടു. അപ്പൊ പിന്നെ ഒരു ജാഫർ, അങ്ങനെ പല ഇതുപോലെ മുസ്ലിം സഹോദരന്മാരുടെ ഒരുപാട് കൂട്ടുകാരുണ്ട്. ഞാൻ അവരിലൊന്നും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ടില്ല.
പക്ഷെ ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച ആ കാലഘട്ടത്തിൽ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പല സ്ഥലത്തും ചെന്നപ്പോഴും ഞാൻ ഇതിന്റെ ഭീകരത നാട്ടുകാർ രഹസ്യമായിട്ടാ പറയണേ. കുഞ്ഞുണ്ണിക്കര എന്ന സ്ഥലത്ത്, ആലുവയിലെ ഒരു സ്ഥലത്തുള്ള പല വീട്ടുകാരും എന്നോട് പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ച കാര്യമുണ്ട്. ഒരു നൊയമ്പില് ഇവിടെ ഒരു കട തുറക്കാനോ ഈ ആലുവയിലെ കാര്യം എന്താ പറയണേ, ഒരു കട തുറക്കാനോ ഒരു വെള്ളം പുറത്തു നിന്ന് കുടിക്കാനോ പോലും സമ്മതിക്കില്ല, പേടിയായിരുന്നു ആൾക്കാർ. ഇങ്ങനെ ഒരു നിരോധനം വരുമെന്ന് ഒരിക്കലും ജനങ്ങൾ വിചാരിച്ചില്ല, പെട്ടുപോയി. ആലുവയൊക്കെ ഇതിന്റെ കൂടാണെന്നാ പറയണേ. പക്ഷെ എല്ലാവരും അല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം അവിടെ നടക്കണമെന്ന് ആലുവക്കാരനായിട്ട് പോലും എനിക്ക് അറിയില്ലായിരുന്നു. നിരോധനം വന്നതിന് പിന്നെയാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പൊ ഒരു കോമൺ ആയിട്ട് ശരിക്കും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇവിടെ ഉള്ളവരെല്ലാം ചട്ടുവങ്ങളാണ്, ഇവരെ നിയന്ത്രിക്കുന്നത് പുറത്തു നിന്നുള്ള ആൾക്കാരാണ്. കാരണം വിവരമില്ല. ഇരുമ്പിന്റെ ജെട്ടിയിട്ട് പോണ കാലഘട്ടം വരെ എത്തിയവർക്ക് അത് കളിയാക്കി തുടങ്ങിയപ്പോ അത് നിർത്തിയിപ്പ, അതല്ലെങ്കിൽ അതിന് വലുത് നമ്മൾ കാണണം തന്നെ. ശരിയല്ലേ? ഒന്നാമത്തെ കേസ് സ്വർഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ, അതായത് ഇവര് സ്വപ്നം കാണുന്നത് നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതാണ് ഈ പഠിപ്പിച്ചു വിടുന്നത്. അത് ഓരോ ഉസ്താദന്മാര് പറഞ്ഞു കൊടുക്കണം, കേട്ടാ അപ്പൊ തന്നെ പൊട്ടിത്തെറിക്കാൻ തോന്നും. അങ്ങനെയൊക്കെയുള്ള ഉസ്താദന്മാർ തന്നെ ആദ്യം തന്നെ വിലക്കണം. നമ്മളോടൊക്കെ അങ്ങനെയൊക്കെ ജീവിതം ഇവിടെയാണോ സ്വർഗത്തിലാണെന്നൊന്നും ആർക്കും ഒരു തെളിവില്ല, ഒന്നുമില്ല. പക്ഷെ ഭൂമിയിലുണ്ടെന്ന് ഒരു തെളിവുണ്ട്. പക്ഷെ സ്വന്തം സഹജീവിയെ കൊന്നിട്ട് സ്വർഗം കിട്ടും എന്ന് പറയുന്ന ഏക വിഭാഗം, അത് ഒരു കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അതിന്റെ പിന്തുടർച്ചയാണ് ഈ ആലുവയിൽ കാണുന്നതും എല്ലാം. വെള്ളം പുറത്തുനിന്ന് കുടിക്കാൻ പാടില്ല, നൊയമ്പിന് കട തുറക്കാൻ, വെള്ളം കൊടുക്കുന്ന കട തുറക്കാൻ പാടില്ല. ഇതൊക്കെ അടിച്ചേൽപ്പിക്കലാണ്. അവനവന്റെ മതം അവനോ സംരക്ഷിക്കണം. അതാണ് മതത്തിന്റെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ. ഒരു ജൂതനാവാൻ ചെന്ന് നോക്കിയേ, ഒരു നമ്മുടെ ഹിന്ദുവിലെ തന്നെ ഒരു ബ്രാഹ്മണനാവാനൊന്ന് ചെന്ന് നോക്കിയേ, അവർക്ക് നിങ്ങൾ വേണ്ടാന്ന്. ശരിയല്ലേ? അതല്ലേ ക്വാളിറ്റി? അവരുടേതായ ക്വാളിറ്റിയും കാര്യങ്ങളും അവർ കീപ്പ് ചെയ്ത് പോകണം. അതാണ് ക്വാളിറ്റി. അതല്ലാതെ വഴിയെ പോണവനെ അവിടെ നിന്ന് വിളിക്കുന്നവനെ വിളിച്ചു കയറ്റിയിട്ട് നമ്മുടെ ഇത് വലുതാക്കിയിട്ട് എന്താ കാര്യം? വലുതായി 10 ആയി കഴിയുമ്പോൾ 5 കൂടി അങ്ങാടും ഇങ്ങോട്ടും അടിക്കും. ഇറാനും സൗദിയും തന്നെ കണ്ടില്ലേ, ഷിയ സുന്നി. അപ്പൊ ഇതിന്റെ ഉത്ഭവം തുടങ്ങി ഇത് ഈ അങ്ങാടും അടിയാണ്, ഇന്നും അങ്ങാടും അടിയാണ്. എന്റെ ജീവിതത്തിലെ അനുഭവമാണ്. ഇതാണ് എന്റെ ജീവിതത്തിലെ അനുഭവം. ടീച്ചറെ, ഈ ഇസ്ലാമിക കൊടും ഭീകരന്മാർ എപ്പോഴും ചൊറിയുന്ന ഒരു കാര്യമാണ്. ടീച്ചറുടെ പോസ്റ്റ് ആയാലും ടീച്ചറുടെ വീഡിയോ ആയാലും ഇപ്പോൾ ചൊറിയുന്ന ഒരു കാര്യമാണ്. ഇവര് ടീച്ചറൊന്നുമല്ല, ഇവര് എവിടെ എന്തോ ഒരു ടീച്ചർ എന്നല്ല വെറുതെ പറയുന്നത് എന്നുള്ളത്. സത്യത്തിൽ ടീച്ചറാണോ? ടീച്ചറാവട്ടെ, വേലക്കാരി ആകട്ടെ, ഒരു അംഗൻവാടി ആകട്ടെ, പറയുന്ന വസ്തു. ശൈലജ ടീച്ചറും ശ്രീമതി ടീച്ചറും ടീച്ചർമാരാണ്. അതെ, ആയിക്കോട്ടെ, വിഷയം ടീച്ചറിനെ ഞങ്ങൾ ടീച്ചറിനാണ് വിളിക്കുന്നത്. അപ്പൊ ടീച്ചറാണോ എന്ന ചോദ്യത്തിനൊന്ന് ഉത്തരം പറയൂ ടീച്ചറെ. അല്ല, ഇവരുടെയൊക്കെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല. ഈ പറയുന്ന ആളുകളുടെ സ്ഥാപനങ്ങളില് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. ആദ്യം ഞാൻ ടീച്ചറാണോ എന്ന് ചോദിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ സ്റ്റാച്യു സെക്രട്ടേറിയറ്റിന്റെ പുറകില് ഒരു ഊറ്റുകുഴി എന്ന് പറയുന്ന ഒരു അക്കാഡമിക് സെന്റർ ഉണ്ട്, സലഫി സെന്റർ, കേരള സലഫി സെന്റർ, മുജാഹിദ് സെന്റർ ആണ്. അവിടെ ഞാൻ പഠിച്ചിട്ടുമുണ്ട്, പഠിപ്പിച്ചിട്ടുമുണ്ട്. എന്റെ കൂടെ 4 വർഷത്തോളം ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ഒരാളാണ് ചോദിച്ചത്, നീ ടീച്ചറാണോ? പോരെ, നമ്മുടെ നാട് എങ്ങനെയാ? അപ്പോ ഇവരുടെ കൂടെ ഉള്ള ഒരാള്, ഇവരുടെ കൂടെ ഉള്ളപ്പോ ഭയങ്കര വലിയ വിദ്യാഭ്യാസമുള്ള ആളാണ്. ഒന്ന് പുറത്തു പോയി നോക്കട്ടെ, ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. നിൽക്കട്ടെ, സിജോ പറഞ്ഞു വെച്ചൊരു വിഷയമുണ്ടല്ലോ, ഇവർക്ക് വിവരമില്ലാന്ന്. സിജോ, എത്ര വിദ്യാഭ്യാസം ഒരു മനുഷ്യൻ നേടിയാലും ശരി, അവനെ നിയന്ത്രിക്കുന്നത് മതമാണെങ്കിൽ ആ വിദ്യാഭ്യാസം അവന് ഫലം ചെയ്യില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഒരു റാഷിദ് അബ്ദുള്ള, കണ്ണൂർക്കാരനാ, അവന് ഐസിസിലേക്ക് പോയി, ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയിട്ട് ഇവിടെ നിന്ന് അനേകം ആണിനെയും പെണ്ണിനെയും അവൻ ഐസിസിലേക്ക് കൊണ്ടുപോയി. അവനാണ് നമ്മുടെ നിമിഷ ഫാത്തിമയെ വിവാഹം കഴിച്ച ബെക്സണെയൊക്കെ മതം മാറ്റുന്നവനാണ്. അപ്പോ അവൻ ഈ നിച്ച് ഓഫ് ട്രൂത്ത് MM അക്ബറിന്റെ സ്ഥാപനത്തിലുള്ള പ്രൊഫസർമാർക്ക് ക്ലസ്റ്റർ കൊടുക്കുന്ന ട്രെയിനറാണ്. വിവരമില്ലാത്തത് കൊണ്ടാണോ? വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണോ? ഇരുമ്പ് ജെട്ടിയിട്ട് പോയി പൊട്ടിത്തെറിച്ചു. ഈ പൊട്ടിത്തെറിക്കുമ്പോൾ കല്യാണ സാധനം പൊട്ടിപ്പോകരുത് എന്ന് പറഞ്ഞ് ഇരുമ്പ് ജെട്ടിയിടുന്ന ഇവരുടെ വിവരം, ആ വിദ്യാഭ്യാസം ഇവർക്ക് ഗുണം ചെയ്തോ? കാരണം ഇവരെ കാത്ത് ചിപ്പിക്കകത്ത് ഒടിഞ്ഞു മടങ്ങി ഇരിപ്പുണ്ട് 72 കോടി പെണ്ണുങ്ങൾ. അവരെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ സ്കലിക്കാത്ത ലിംഗവുമായിട്ട് ഇവർ അവിടെ എത്തണം. ഇത് പച്ച ഉസ്താദുമാര് പബ്ലിക്കിൽ നിന്ന് വിളിച്ചു പറയുക.
മറ്റേതെങ്കിലും ഒരു മതത്തിൽ ഏതെങ്കിലും ഒരു മതപുരോഹിതന്മാർ ഇത്തരം വഷളത്തരങ്ങളും വൃത്തികേടുകളും പറഞ്ഞ് അവരുടെ മതം വളർത്താൻ ശ്രമിക്കാറുണ്ടോ? ഒരു ക്രിസ്ത്യാനി എത്ര ക്ഷമയുള്ളവരാ, എത്ര നല്ല രൂപത്തിലാണ് സംസാരിക്കുന്നത്. ചിദാനന്ദപുരി സ്വാമി, അദ്ദേഹത്തോട് നമുക്ക് 4 ദിവസം ഒരുമിച്ചിരുന്ന് സംസാരിച്ചാലും ശരി, നമുക്ക് സംസാരിക്കാൻ കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ എന്നാ സമയം പോട്ടെ, ചട്ടമ്പി അവിടെ ഇരിക്കേ. അത്ര സ്നേഹത്തോടു കൂടി നമ്മളോട് സംസാരിക്കുന്ന മനുഷ്യനാ. ഒരു ഉസ്താദിനോട് ഞാനിരുന്ന് സംസാരിച്ചാൽ 4ാമത്തെ മിനിറ്റിൽ അയാൾ എന്നെ പീഡിപ്പിച്ചിരിക്കും. കാരണം എന്താ? അവരുടെ കുറ്റമല്ല, അവര് പഠിക്കുന്നത് ഈ ഗ്രന്ഥമാ, അവര് പഠിപ്പിക്കുന്നത് ഈ ഗ്രന്ഥമാ. ഇവര് പറയും പെണ്ണിന്റെ വേഷം കണ്ടിട്ടാണ് ഇവര് കയറി പീഡിപ്പിക്കുന്നത്. ആണോ? മദ്രസയിൽ പോകുന്ന പാല് പോലെ നിഷ്കളങ്കരായ, പുഷ്പം പോലെ സൗരഭ്യം പരത്തുന്ന ഈ പൈതലുകളുടെ അതോ ആകെ മൂടി കറുത്ത ചാക്കുകെട്ടിനകത്ത് ഇറങ്ങിയാണ് ഈ കുഞ്ഞുങ്ങൾ പോകുന്നത്. ഈ കുഞ്ഞുങ്ങളുടെ ശരീരത്തിന്റെ ഏത് ഭാഗം കാണുമ്പോഴാണ് ഇവനൊക്കെ ഉദ്ധാരണം ഉണ്ടാകുന്നത്? സിജോയോ ബൈജോയോ എവിടെയെങ്കിലും ഈ ഉസ്താദന്മാർക്കെതിരെ ഏതെങ്കിലും ഒരു മതപുരോഹിതർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? സ്ത്രീകളെ പീഡിപ്പിക്കുന്നവർക്കെതിരെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? പ്രകൃതി വിരുദ്ധ പീഡകന്മാർക്കെതിരെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? കാരണം ഇവരെല്ലാം തലത്തിൽ തുല്യരാ. നമുക്കത് മനസ്സിലാക്കി തരാൻ ഒരു ഖാലിദ് മിഷേൽ വേണ്ടി വന്നു. ഹമാസ് ഭീകരനായ ഖാലിദ് മിഷേൽ വന്നത് എവിടെയാ? മലപ്പുറത്തിന്റെ മണ്ണില. വിർച്വൽ മീറ്റിംഗ് ആകട്ടെ, അയാൾക്കൊരു വേദി കിട്ടുക. തുടക്കം മുതൽ ഒടുക്കം വരെ കയ്യടിയോടുകൂടി ആ ഭീകരവാദിയെ കേട്ടുകൊണ്ടിരിക്കുവാണ് ഈ കേരളത്തിലെ മുറിയന്മാർ. അപ്പോൾ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന പാകിസ്ഥാൻ പ്രേമി പുറത്തു വന്നത് കണ്ടോ? ഇവര് തലത്തിൽ തുല്യരാ. പോപ്പുലർ ഫ്രണ്ടുകാര് ഇത്തരം ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ എന്തുകൊണ്ടാണെന്നറിയാമോ ഇവര് മറ്റവരാരും സംസാരിക്കാത്തത്? ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ എന്തുകൊണ്ടാ പ്രതികരിക്കാത്തത്? അബ്ദുൽ നാസർ മദനിയുടെ തീവ്രവാദത്തെ കുറിച്ച് എന്തുകൊണ്ടാ സംസാരിക്കാത്തതൊക്കെ ഖുർആനിലാ വന്ന് നിൽക്കുന്നത്. ഇവരൊക്കെ പഠിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഖുർആനിക ആശയങ്ങളാണ്. അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ നിങ്ങൾ ആരെങ്കിലും എതിർത്താൽ, വിമർശിച്ചാൽ ഉടനെ തന്നെ അവനെ കൊന്നുകളയുകയോ നാടുകടത്തുകയോ എതിർദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കുകയോ ചെയ്യണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. 5-ാം അധ്യായം സൂറത്തുൽ മാഇദ 33-ാമത്തെ വചനം ഇങ്ങനെ. ഖുർആനിൽ അനേകായിരം വചനങ്ങൾ ഇതിനെ ശക്തി പകരുന്ന രൂപത്തിലുണ്ട്. പിന്നെ എങ്ങനെ ഇവർക്കിതിനെയൊക്കെ പ്രതിരോധിക്കാനോ പ്രതികരിക്കാനോ കഴിയും? അപ്പോൾ ഇതെല്ലാം ഇവിടെ മതമാണ്, മതം കൊണ്ടുവയ്ക്കുന്നതാണ് ഇതെല്ലാം. അപ്പൊ മതമാണ് എതിർഭാഗത്ത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പൂഞ്ഞാർ സംഭവം ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യാതെ പോയത്. എല്ലാ മാധ്യമ പ്രവർത്തകരും ഭയന്നു പോയത്. ഒടുവിൽ പൂഞ്ഞാർ സംഭവത്തെ കുറിച്ച് എനിക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റാത്തതിൽ നിർവ്യാജം ഞാൻ ഖേദം അറിയിക്കുന്നു എന്ന് ഷാജൻ സ്കറിയ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇടുന്നു. കാരണം എന്താ? പോലീസുകാർ വന്ന് ഇരിക്കുവാണ്, ഭജനം ഇരിക്കുവാണ് ആ സ്ഥാപനത്തിൽ. കാരണം എതിരെ സംസാരിക്കാൻ പാടില്ല. അപ്പോൾ പ്രതികൾ ആരാണ് എന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് എങ്ങും പോകണ്ട, ഒരു യൂണിവേഴ്സിറ്റിയിലും പോയി ഡിഗ്രി എടുക്കണ്ട. പ്രതികൾ ആരാണ് എന്ന് പഠിക്കാൻ പ്രതിയുടെ ജാതിയോ മതമോ ഒന്ന് നോക്കിയിട്ട് പ്രതികരിക്കുന്നതല്ല, മറിച്ച് ഭയം ജനിപ്പിച്ച് എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പോലീസുകാർ ആ മാധ്യമ സ്ഥാപനത്തെ വേട്ടയാടുന്നു. ഷാജൻ സ്കറിയയെ ഇവര് വേട്ടയാടിയപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ കട്ടയ്ക്ക് ഷാജന്റെ കൂടെ നിന്ന ആളാണ് ഞാൻ. പല തവണകളിലും ഷാജൻ സ്കറിയ എന്റെ പേര് എടുത്തു പറയുക പോലും ചെയ്തിട്ടുണ്ട്. ഒരു ഷാജൻ സ്കറിയെ അല്ല, ബൈജുവിനെ വേട്ടയാടിയപ്പോഴും ബൈജുവിന്റെ കൂടെ നിന്നു. കാരണം എന്താ? ഇനി ഒരു വേട്ടയാടൽ നമ്മുടെ നാട്ടിൽ നടക്കരുത്. നാളെ എനിക്കെതിരെയും ഉണ്ടാകും. കാരണം സത്യത്തെ ഭയക്കുന്നു അവർ, വെളിച്ചത്തെ ഇവർക്ക് ഭയമാണ്. അതുകൊണ്ട് ആ ശബ്ദങ്ങളെ ഇവർ ഇല്ലാതാക്കാൻ ശ്രമിക്കും. പൂഞ്ഞാർ സംഭവം പുറത്തു വരണം. നമ്മളെ പോലെ 10,000 ലക്ഷക്കണക്കിന് ചാനലുകളിലൂടെ ഈ വിഷയത്തെ സംബന്ധിക്കുന്ന യാഥാർത്ഥ്യം, ഇതിനകത്തെ തീവ്രവാദം, ഇതിനകത്തെ ഭീകരതയും പച്ച വെളിച്ചത്തിന്റെ പോലീസിന്റെ നിഗൂഢമായ ലക്ഷ്യങ്ങളും പുറത്തു വരണം. ഇത് ചർച്ച ചെയ്യണം. ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ ചർച്ച കൊണ്ട് പ്രത്യേകമായിട്ടും ആഗ്രഹിച്ചത്. പിന്നെ സിജോ ടീച്ചറെ, അതുപോലെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈരാറ്റുപേട്ടയിൽ കേന്ദ്ര ഏജൻസിയുടെ NIA അടക്കമുള്ള ഏജൻസിയുടെ ഓഫീസ് വേണമെന്ന്, അതല്ലെങ്കിൽ അതിന്റെ ട്രെയിനിങ് കേന്ദ്രം തുറക്കണമെന്ന് പറഞ്ഞ സമയത്ത് അതിനെ എതിർത്തത് ഇടതും വലതും മാറി എതിർത്ത ഒരു സ്റ്റേറ്റ് കൂടിയാണ് നമ്മുടെ. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരാണ് ഏറ്റവും കൂടുതൽ എതിർത്തത് എന്ന് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. സിജോ, ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ ഓഫീസല്ല, ഹെഡ് ഓഫീസ് തന്നെ തുടങ്ങേണ്ട കാലഘട്ടം അതിക്രമിച്ചു എന്ന് തോന്നുന്നുണ്ടോ? അതെ, അത് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം
ഇതിന് ഒരു അനുബന്ധമായിട്ട് ഉള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു ഓഫീസ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, കേന്ദ്ര ഗവൺമെന്റ് ഒരു കണ്ണുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇത്രയും വഷളാവില്ലായിരുന്നു. മുഖ്യമന്ത്രി തന്നെ VS അച്യുതാനന്ദൻ തന്നെ തുറന്നു പറഞ്ഞതല്ലേ, പിന്നെ വിരമിച്ച DGP തുറന്നു പറഞ്ഞതല്ലേ, ഇവിടെ 10 വർഷത്തിനകം കേരളം ഇസ്ലാമിക രാജ്യമാവുന്നു തുറന്നു പറഞ്ഞതല്ലേ. അതൊക്കെ ഇപ്പൊ ഈ VS അച്യുതാനന്ദന്റെ ഒക്കെ അനുഭാവികളൊക്കെ നിഷേധിക്കുന്നുണ്ട്. പക്ഷെ ഇന്നും വീഡിയോസും മറ്റും നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ തുറന്നു പറഞ്ഞിട്ട് പോലും അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാനോ ഒന്നും ഇന്നത്തെ, അതായത് മൻമോഹൻ സിംഗ് കാശ്മീർ എങ്ങനെയാണ് കൊണ്ടു നടക്കണേ അതേമാതിരിയാണ് കേരളത്തിൽ ഇന്നത്തെ ഗവൺമെന്റ് കൊണ്ടു നടക്കുന്നത്. അങ്ങനെ വേണം കരുതാനായിട്ട്. കേരളത്തിലെ 14 ജില്ലകളിലും NIA ഓഫീസ് തുറന്നു വെച്ച് ജാഗ്രതയോടെ 24 മണിക്കൂറും കാത്തിരിക്കണം. ആലോചിച്ച് നോക്ക്, കസ്റ്റംസുകാര് എയർപോർട്ടുകളിൽ പിടിക്കപ്പെടുന്ന മലദ്വാർ ഗോൾഡുകൾ എങ്ങനെ ഈ നാട്ടിലെത്തുന്നു? നമ്മള് മലദ്വാർ ഗോൾഡ് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. ഇവിടെ എത്താൻ തുടങ്ങിയിട്ട് കാലങ്ങളുടെ പഴക്കമുണ്ട്. എന്തേ ഇതുവരെ പിടിക്കാത്തത്? പിടിക്കപ്പെടുന്നതെല്ലാം എന്തുകൊണ്ടാണ് കോഴിക്കോടിന്റെ മണ്ണിൽ തന്നെയായി മാറുന്നത്? 10 കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ NIA സസ്പെൻഡ് ചെയ്യുന്നു. എന്തിന്? ഇവരെ സഹായിച്ചതിന്റെ പേരിൽ. അപ്പോൾ വേലി തന്നെ വിളവ് തിന്നുന്നു. ഈ കേരളത്തിൽ ഒരു കൊച്ചിയിൽ മാത്രം പോരാ NIA ഓഫീസ്. കാരണം നമുക്കൊന്ന് ഡിപ്പെൻഡ് ചെയ്യണ്ടേ, നമുക്ക് വിശ്വസിക്കണ്ടേ? ഏറ്റവും ഒടുവിൽ നടന്ന ഈ ഫെറോന പള്ളിയിലെ വിഷയം തന്നെ NIA അന്വേഷിച്ച് അതിനകത്ത് ഭീകരതയുണ്ടല്ലോ, ഭീകരവാദമുണ്ടല്ലോ, UAPA ചുമത്തട്ടെ, എന്നാലല്ലേ ഈ വിഷയം അന്വേഷിക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾ പോലും ഈ ഭീകരതയ്ക്ക് വേണ്ടി ചുക്കാൻ പിടിക്കുന്നവരാണ്. ഇത്തരം വിഷയങ്ങൾ ഒരു മാധ്യമവും പറയാത്തപ്പോൾ ഷാജൻ സ്കറിയ നിർഭയം എടുത്ത് പുറത്തിടും. ഷാജൻ സ്കറിയയുടെ പേരിലുള്ള കേസുകൾ എത്രയാ? പാകിസ്ഥാനി രഹസ്യം ചോർത്തി കൊടുക്കുന്നു എന്ന് വരെ അവസാനം ആ മനുഷ്യന്റെ പേരിൽ ആരോപിച്ചു. ആ മനുഷ്യന്റെ സ്ഥാപനത്തിലെ എത്ര വനിതാ ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. അവരുടെ വീടുകളിൽ, ഭർത്താക്കന്മാരുടെ വീടുകളിൽ, അതുപോലെ കുടുംബ വീടുകളിലൊക്കെ പാതിരാത്രി കേരള പോലീസ് കയറി ഇറങ്ങി റെയ്ഡ് നടത്തുക. ആ ജീവനക്കാർക്ക് രാത്രി 12 മണി 1 മണി വരെ മൊബൈൽ ഫോൺ പോലും കൊടുക്കാതെ റെയ്ഡ് നടക്കുകയാണ്. എന്തിന്? ഇതാണ് വേട്ടയാട്. എന്നിട്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ ഗുണ്ടയാണ്, അതെ ഗുണ്ടായിസം തന്നെയാണ് എന്ന് പറഞ്ഞൊരു MLA ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പബ്ലിക്കായി പ്രതികരിച്ചിട്ട് എത്ര മാധ്യമങ്ങൾ ആ വാർത്ത കൊടുത്തു? എത്ര പേരതിനെതിരെ പ്രതികരിച്ചു? ഷാജൻ അറിയാം. ഈ പൂഞ്ഞാർ വിഷയത്തിലെ പ്രതികളുടെ പേരും നാളും വണ്ടിയും അഡ്രസ്സും ഫോട്ടോയും അടക്കം ഷാജൻ അറിയാം. പക്ഷേ ഷാജൻ സ്കറിയ അത് റിപ്പോർട്ട് ചെയ്താൽ ഷാജൻ സ്കറിയയ്ക്ക് നാളെ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിൽ ഒരുപക്ഷെ ഞാനോ ബൈജു മാത്രം ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് ഷാജൻ സ്കറിയ ഊരി വരില്ല. നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം, പബ്ലിക് നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കും, ഒരു പക്ഷെ പിന്തുണ കൊടുക്കും. അതുകൊണ്ടായോ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ എന്നെ വരെ ആ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തി. അപ്പോൾ തന്നെ കൃഷ്ണദാസ് സാറ് പോസ്റ്റ് ഇട്ടു, ശരി ടീച്ചറെ ഉൾപ്പെടുത്തിയെങ്കിൽ നമുക്ക് നോക്കാം, വരട്ടെ, കാണാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും രൂപത്തിൽ ആരുടെയെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ആ സഹായ ഹസ്തങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. കാരണം ഈ സത്യം പുറത്തു വരരുത്. ഷാജൻ സ്കറിയ ഈ സത്യങ്ങൾ നിർഭയം പുറത്തു കൊണ്ടുവരുന്നത് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഷാജൻ സ്കറിയയുടെ മാധ്യമ സ്ഥാപനം ഇവര് ലക്ഷ്യം വെച്ചത്, ഈ സത്യം പുറം ലോകം അറിയാതിരിക്കാൻ. അതുകൊണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് NIA ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് സുഹൃത്തുക്കളായിട്ട്. NIA ഓഫീസ് ഈരാറ്റുപേട്ടയിൽ മാത്രമല്ല കേരളത്തിൽ പലയിടത്തും ഉടനെ തുടങ്ങും. എന്തായാലും മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പേര് ഉച്ചരിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഇസ്ലാമിക കൊടുംഭീകരന്മാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചർച്ചിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ട് 10-29 ഇസ്ലാമിക കൊടുംഭീകരന്മാർ, അതിൽ 10 എണ്ണം പ്രായപൂർത്തി ആയിട്ടില്ല എന്നതൊക്കെ വലിയ മേന്മയോടുകൂടി പറയുന്ന മാധ്യമങ്ങളോട് പറയാനുള്ളത്, തന്റെ ഇടമുണ്ടെങ്കിൽ, നട്ടെല്ലുണ്ടെങ്കിൽ ഇത് മാത്രമേ പറയാനുള്ളൂ. പേര് വിവരം പുറത്തുവിടുക. ആ പേര് വിവരം പുറത്തുവിടാതിരിക്കുന്നിടത്തോളം കാലം ഇത്ര കണ്ട് ഇസ്ലാമിക ഭീകരന്മാരുടെ അമേധ്യം ഭക്ഷിച്ച് ജീവിക്കുന്ന മാധ്യമങ്ങളോട് പച്ചയ്ക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും, ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും, ചൊറിഞ്ഞ് നിന്റെയൊക്കെ ആ പരു പൊട്ടിക്കുന്നത് വരെ പറഞ്ഞുകൊണ്ടേയിരിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് നമ്മുടെ ചൊറിയാതെ വയ്യയുടെ ആദ്യത്തെ ആ ഒരു ദിവസമാണ്, ആദ്യത്തെ എപ്പിസോഡാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ എന്നും നമ്മൾ ഇതുപോലെ ചൊറിഞ്ഞ് ഇവന്മാരുടെയൊക്കെ കുരു ചൊറിഞ്ഞ് പൊട്ടിക്കുക തന്നെ ചെയ്യുക. വേറെ എന്താണ് ഇനി പറയാനുള്ളത്? ടീച്ചർ എന്തെങ്കിലും കൂടി ചേർക്കാനുണ്ടോ? തീർച്ചയായിട്ടും. ഒരു ക്രൈസ്തവ ആരാധനാലയത്തിനകത്ത് കയറി ഒരു സഹവൈദികനെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചിട്ട് ഇതുവരെ മുഖ്യമന്ത്രി മിണ്ടിയിട്ടില്ല. അതേപോലും ഏതെങ്കിലും ഒരു മുസ്ലിം പുരോഹിതനെ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചു നോക്ക്. ഒരു മാധ്യമവും ഈ വിഷയത്തെ സംബന്ധിച്ച് ചൊറിയാത്തത് കൊണ്ട്,
ഞങ്ങൾ ചൊറിയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ചൊറിയാൻ. കാരണം ഇവരെ ചൊറിയാൻ നിങ്ങൾക്ക് ഭയമാണെങ്കിൽ ഞങ്ങൾക്ക് ഭയമില്ല. അതുകൊണ്ട് പറയാനുള്ള വസ്തുതകൾ, വിഷയങ്ങൾ മുഖത്ത് നോക്കി പറയുക തന്നെ ചെയ്യും. ഒരു പക്ഷേ ആളുകൾക്ക് മനസ്സിലാകും നമ്മൾ എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ വൈകാരികമായി സംസാരിക്കുന്നത്. ഏതായാലും ചൊറിയാതെ വയ്യ എന്ന ഈ പ്രോഗ്രാം ഇനി ദിവസവും ഉണ്ടായിരിക്കും. നമ്മുടെ സമയം കൃത്യമായിട്ടും 8 to 9 മണിക്ക് ഇടയിലുള്ള 1 മണിക്കൂർ സമയമാണ്. അതുകൊണ്ട് പ്രേക്ഷകർക്കും നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് കമന്റിലൂടെ ഞങ്ങളോട് ചോദിക്കാം. അത് ടീച്ചർ ആയാലും ഞാനായാലും സിജോ ആയാലും ഇനി നമ്മുടെ വിശിഷ്ട അതിഥികളെയും നമ്മൾ ഇതുപോലെ കൊണ്ടുവരുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകളോട് നിങ്ങൾക്കും നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം. അതിനൊക്കെ കൃത്യമായിട്ടും ഉത്തരങ്ങൾ വരും. അത്തരത്തിൽ ചൊറിയാതെ വയ്യ എന്ന ഈ ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ തുടങ്ങുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി എന്നും ഇതുപോലെ തന്നെ ചൊറിഞ്ഞുകൊണ്ടേ നമ്മൾ മുന്നോട്ട് പോകും എന്ന് മാത്രമേ പറയാനുള്ളൂ. തൽക്കാലം നമ്മുടെ മാന്യ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി എന്ന് മാത്രമേ പറയാനുള്ളൂ. തൽക്കാലം നമുക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം.